Network News is brought to you in association with Kalarikals Gold Park, manufacturers and wholesalers, Main Road, Payyannur. പയ്യന്നൂർ റൂറൽ ബാങ്ക് വിശ്വാസ്യതയുടെ സേവനത്തിന്റെ 7 പതിറ്റാണ്ടുകൾ. മധുരിക്കും ഓർമ്മകളാൽ മനസ്സ് കുളിരട്ടെ. കൃഷ്ണ ട്രേഡേഴ്സ്, ലത്തീഫിയ സ്കൂളിന് സമീപം, ബൈപാസ് റോഡ്, പയ്യന്നൂർ. Manohar Jewelries, Jewel House, Jewel Junction, Pioneer, since 1938. Pavan Gold and Diamond, Gold, Diamond, Silver and Birthstone. Malabar Gold and Diamonds, celebrate the beauty of life. Juju Gold and Diamonds, Central Bazaar, Payyannur. നമസ്കാരം. നെറ്റ്വർക്ക് ന്യൂസ് അവറിലേക്ക് സ്വാഗതം. കാണാമാദ്യം പ്രധാന വാർത്തകൾ. കേരളത്തിന്റെ ആരോഗ്യരംഗം അത്യാസന്ന നിലയിലെന്ന AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ MP. ആരോഗ്യമേഖലയോടുള്ള സർക്കാരിന്റെ അവഗണനയ്ക്കും അനാസ്ഥയ്ക്കുമെതിരെ കോൺഗ്രസ് നടത്തുന്ന പ്രതിഷേധത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം പരിയാരത്ത് നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കണ്ണൂർ ജില്ലയിലെ പയ്യന്നൂർ നഗരസഭയെയും കാസർഗോഡ് ജില്ലയിലെ തൃക്കരിപ്പൂർ പഞ്ചായത്തിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന കാറമേൽ പാടിയിൽ കടവ് പാലം പ്രവൃത്തി ഉദ്ഘാടനം മന്ത്രി PA മുഹമ്മദ് റിയാസ് നിർവഹിച്ചു. കേരള സർക്കാർ പൊതുമരാമത്ത് വകുപ്പ് 11.10 കോടി രൂപ ചെലവഴിച്ചാണ് പാലം നിർമ്മിക്കുന്നത്. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് അസോസിയേഷൻ പയ്യന്നൂർ ബ്ലോക്ക് കമ്മിറ്റി ജൂലൈ 1 കരിദിനം ആചരിച്ചു. ദിനാചരണത്തിന്റെ ഭാഗമായി പയ്യന്നൂർ സബ് ട്രഷറിക്ക് മുന്നിൽ പ്രതിഷേധം സംഘടിപ്പിച്ചു. കേന്ദ്ര സർക്കാരിന്റെ തൊഴിലാളി കർഷക ജനവിരുദ്ധ നയങ്ങൾക്കെതിരെ ജൂലൈ 9 നടക്കുന്ന ദേശീയ പണിമുടക്കിന്റെ പയ്യന്നൂർ ഏരിയാതല പ്രചരണ ജാഥയ്ക്ക് ഓണക്കുന്നിൽ തുടക്കമായി. CITU ജില്ലാ പ്രസിഡന്റ് C കൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. പ്രകൃതിയിൽ ഏറ്റവും ഭംഗിയുള്ളവയിലൊന്നാണ് തൂവെള്ള നിറത്തിൽ നിറഞ്ഞൊഴുകുന്ന ജലധാരകൾ. ഇത്തരത്തിൽ സഞ്ചാരികളുടെ മനം കവരുകയാണ് കുളിർമയൊരുക്കുന്ന രാമന്തളി മൗവനക്കുണ്ട് വെള്ളച്ചാട്ടം. വാർത്തകൾ വിശദമായി. കേരളത്തിന്റെ ആരോഗ്യരംഗം അത്യാസന്ന നിലയിൽ എന്ന AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ MP. ആരോഗ്യമേഖലയോടുള്ള സർക്കാരിന്റെ അവഗണനയ്ക്കും അനാസ്ഥയ്ക്കുമെതിരെ കോൺഗ്രസ് നടത്തുന്ന പ്രതിഷേധത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം പരിയാരത്ത് നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഗവൺമെന്റ് ആശുപത്രികളിൽ ഡോക്ടർമാർക്ക് ശസ്ത്രക്രിയ ഉപകരണങ്ങളും മറ്റും ഇരന്നു വാങ്ങേണ്ടുന്ന അവസ്ഥയാണ് ഈ സർക്കാർ ഉണ്ടാക്കിയിരിക്കുന്നത്. ഇതിനപ്പുറം ഒരു ഗതികേട് വരാനുണ്ടോ എന്നും KC വേണുഗോപാൽ MP ചോദിക്കുന്നു. സർക്കാർ ആശുപത്രികളോട് പിണറായി സർക്കാർ കാണിക്കുന്ന അവഗണനയ്ക്കും അനാസ്ഥയ്ക്കുമെതിരെ സംസ്ഥാനത്തെ മുഴുവൻ മെഡിക്കൽ കോളേജുകൾക്ക് മുമ്പിലും KPCC ആഹ്വാനപ്രകാരം നടന്ന ധർണയുടെ സംസ്ഥാനതല ഉദ്ഘാടനം പരിയാരം കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിന് മുന്നിൽ നിർവഹിച്ചുകൊണ്ട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സിസ്റ്റത്തിന്റെ തകരാറാണെന്ന് പറയുന്ന ആരോഗ്യമന്ത്രി ആ സ്ഥാനത്ത് തുടരാൻ അർഹയല്ലെന്ന് അദ്ദേഹം പറഞ്ഞു. അടുത്തിടെയായി വസ്തുനിഷ്ഠമായ പഠനം ആരോഗ്യമേഖലയെക്കുറിച്ച് നടത്തുന്ന മാധ്യമങ്ങളെ അഭിനന്ദിക്കുന്നതായും അദ്ദേഹം പറഞ്ഞു. സർക്കാർ ആശുപത്രിയിൽ പോകുന്നവരുടെ അവയവങ്ങൾ തന്നെ നഷ്ടമാകുന്ന അവസ്ഥയാണ് നിലവിലുള്ളത്. 8 മാസം കഴിഞ്ഞ് ഇതൊക്കെ നേരെയാക്കാൻ ആൺകുട്ടികൾ വരുന്നുണ്ടെന്നും KC വേണുഗോപാൽ പറഞ്ഞു. വരാനിരിക്കുന്ന വലിയ സമരത്തിന്റെ തുടക്കം മാത്രമാണ് കോൺഗ്രസ് ഇന്ന് ആരംഭിച്ചിരിക്കുന്നതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. മൗലികമായിട്ടുള്ള ഏറ്റവും വലിയൊരു പ്രശ്നം ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് ഇന്ന് സംസ്ഥാനത്തുടനീളം കോൺഗ്രസ് പ്രക്ഷോഭത്തിലേക്ക് വന്നിരിക്കുന്നത്. ഇവിടെ KPCC പ്രസിഡന്റ് പറഞ്ഞു കഴിഞ്ഞു, ഇതൊരു സൂചന മാത്രമാണ്. വരാനിരിക്കുന്ന നാളുകളിലെ സാധാരണക്കാരനെ ചേർത്ത് നിർത്തിക്കൊണ്ടുള്ള അവന് നീതി കിട്ടുന്നതിന് വേണ്ടിയിട്ടുള്ള ഉജ്ജ്വലമായ പോരാട്ടത്തിൻ്റെ ഒരു ചെറിയ തുടക്കം, ഈ മേഖലയിലെ സമര കൊടുങ്കാറ്റ് വരാനിരിക്കുന്നു എന്ന് സൂചിപ്പിക്കുന്ന ഒരു ചെറിയ തുടക്കമാണ് ഇന്ന് നമ്മളിവിടെ ആരംഭിക്കുന്നത്. ഒരാശുപത്രിക്ക് അടിസ്ഥാനമായി വേണ്ട ഒന്നും തന്നെ ഇന്ന് ഒരു സർക്കാർ ആശുപത്രിയിലുമില്ല. ആവശ്യത്തിന് ഡോക്ടർമാരില്ല, മരുന്നുകളില്ല,
പാരാമെഡിക്കൽ സ്റ്റാഫുകളില്ല, ഉപകരണങ്ങളില്ല. ഉപകരണങ്ങൾ പലതും രോഗികളോട് തന്നെ വാങ്ങി വരാൻ ആവശ്യപ്പെടുകയാണ് പല ആശുപത്രികളും. ക്ഷേമ പെൻഷൻ, മരുന്നുകൾ വാങ്ങിയ വകയിൽ ഒക്കെയും കുടിശ്ശിക വരുത്തുന്ന കുടിശ്ശിക സർക്കാരാണ് ഇതെന്നും കെ.സി. വേണുഗോപാൽ കുറ്റപ്പെടുത്തി. ഇതാണോ നമ്പർ 1 എന്ന് പിണറായി വിജയൻ വ്യക്തമാക്കണമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. കേരളത്തിന്റെ ആരോഗ്യരംഗം അത്യാസന്ന നിലയിലാണെന്നും അതിന് ഈ സർക്കാർ മാത്രമാണ് ഉത്തരവാദിയെന്നും അദ്ദേഹം പറഞ്ഞു. കെ.പി.സി.സി പ്രസിഡന്റ് അഡ്വക്കേറ്റ് സണ്ണി ജോസഫ് MLA അധ്യക്ഷത വഹിച്ചു. DCC പ്രസിഡന്റ് അഡ്വക്കേറ്റ് മാർട്ടിൻ ജോർജ്, സജീവ് ജോസഫ് MLA, അഡ്വക്കേറ്റ് സോണി സെബാസ്റ്റ്യൻ, DCC വൈസ് പ്രസിഡന്റ് മുഹമ്മദ് ബ്ലാത്തൂർ തുടങ്ങിയവർ സംസാരിച്ചു. KPCC ഭാരവാഹികൾ, DCC ഭാരവാഹികൾ എന്നിവർ പങ്കെടുത്തു. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്തറ. കേന്ദ്ര സർക്കാരുമായുള്ള പിണറായി സർക്കാരിന്റെ ഒത്തുതീർപ്പ് സ്ഥാനാർത്ഥിയാണ് പുതിയ DGP റവാഡ ചന്ദ്രശേഖർ എന്ന AICC ജനറൽ സെക്രട്ടറി കെ.സി. വേണുഗോപാൽ MP. പരിയാരത്ത് മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കൂത്തുപറമ്പ് വെടിവയ്പുമായി ബന്ധപ്പെട്ട് CPM കരിവാരി തേച്ച ഉദ്യോഗസ്ഥനാണ് റവാഡ ചന്ദ്രശേഖർ. ഇന്ന് അതേ ഉദ്യോഗസ്ഥനെ ക്ലീൻ ചീറ്റ് നൽകി DGP ആയി അവരോധിക്കുമ്പോൾ അന്ന് അദ്ദേഹത്തിനെതിരായി പറഞ്ഞതും ചെയ്തതും തെറ്റായിരുന്നു എന്നെങ്കിലും CPM പറയണം. സ്വന്തം തടി രക്ഷിക്കുവാനാണ് പിണറായി ശ്രമിക്കുന്നത്. ഈ നിയമനത്തെ ന്യായീകരിക്കുമ്പോൾ CPM രക്തസാക്ഷികളെ തള്ളിപ്പറയുകയാണ് ചെയ്യുന്നതെന്നും കെ.സി. വേണുഗോപാൽ പറഞ്ഞു. സ്വന്തം തടി രക്ഷപ്പെടുത്താൻ വേണ്ടിയുള്ള തീരുമാനം വരുമ്പോൾ പാവപ്പെട്ട രക്തസാക്ഷികൾക്ക് എന്ത് സ്ഥാനമാണുള്ളത് CPM-ൽ? സ്വന്തം തടി എങ്ങനെ രക്ഷപ്പെടുത്തണം എന്ന് ആലോചിച്ചിരിക്കുന്നവരുടെ മുമ്പിലേക്ക് വരുമ്പോൾ അവിടെ ഒത്തുതീർപ്പ് രാഷ്ട്രീയമാണത്. എനിക്ക് ക്ലിയറായിട്ട് പറയാൻ പറ്റും, ജഗദാ ചന്ദ്രശേഖർ എന്ന ഉദ്യോഗസ്ഥനോട് എനിക്കൊരു മതിപ്പ് കുറവുമില്ല. അദ്ദേഹം എന്ത് ചെയ്തതും ഉത്തരവാദിത്തത്തിൻ്റെ ഭാഗമായിട്ടായിരിക്കാം. പക്ഷെ CPM ഉന്നയിച്ച ആരോപണങ്ങളെല്ലാം പബ്ലിക് ഡൊമൈനിലുണ്ട്. അന്ന് CPM അണികളെ, ആ രക്തസാക്ഷികളായിട്ടുള്ള അണികളെ അവർ ബോധ്യപ്പെടുത്തിയിരിക്കുന്ന, രക്തസാക്ഷി കുടുംബത്തിനെ ബോധ്യപ്പെടുത്തിയിരിക്കുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. അതിപ്പോൾ മാറ്റിമറിക്കാൻ എന്താണ് കാരണമെന്ന് തികഞ്ഞു നോക്കിയാൽ ഇതിനകത്ത് വലിയ ദുരൂഹതയുണ്ടെന്നാണ് എൻ്റെ അഭിപ്രായം. ഇവിടെ ഗൗരവതരമായ കാര്യം, കേന്ദ്ര സർക്കാരുമായിട്ടുള്ള ഒത്തുതീർപ്പ് സ്ഥാനാർത്ഥിയാണ് ഈ പുതിയ DGP എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അതാണിത്. അതുകൊണ്ടാണ് പ്രധാനമന്ത്രിയുടെ സെക്യൂരിറ്റി, ആ സെക്യൂരിറ്റി ഡിപ്പാർട്ട്മെന്റ് സെക്രട്ടറി ആയിട്ടിരുന്ന മിസ്റ്റർ ജഗദാ ചന്ദ്രശേഖർ 2 ആഴ്ച മുമ്പാണ് അദ്ദേഹത്തെ അതിലേക്ക് നിയമിച്ചത്, ആ പോസ്റ്റിലേക്ക്. പ്രധാനമന്ത്രിയുടെ സുരക്ഷ നോക്കുന്ന SPGയുടെ കാര്യങ്ങളെല്ലാം മേൽനോട്ടം വഹിക്കുന്ന സെക്രട്ടറി സെക്യൂരിറ്റി, ഏറ്റവും പ്രധാനപ്പെട്ട പോസ്റ്റ്. അതിനു മുമ്പ് IB ചീഫായിരുന്നു. അതിന് അദ്ദേഹം കേരള DGP ആയി രംഗത്ത് വരാൻ വേണ്ടി കേന്ദ്രം അനുവദിച്ചു. സ്വാഭാവികമായിട്ടും സ്റ്റേറ്റ് ചോദിച്ചാൽ അനുവദിക്കുന്നൊക്കെ പറഞ്ഞ് ഒഴിമാറാം. പക്ഷേ ഇതിൻ്റെ പിന്നിൽ ഇന്ന് നിതിൻ അഗർവാളിനെ കുറിച്ചുള്ള ഡിസ്ക്വാളിഫിക്കേഷൻ കൂടെ കേൾക്കുമ്പോൾ നമുക്ക് വ്യക്തമായി മനസ്സിലാക്കാൻ സാധിക്കും, ഇത് കേന്ദ്രവുമായിട്ടുള്ള ഒരു രണ്ടാമത്തെ ഡീലാണ് ഈ ഡീൽ DGPയുടെ കാര്യത്തിൽ നടന്നത്. അന്നത്തെ സമരം അനാവശ്യമായിരുന്നു. അണികളെ സമരത്തിലേക്ക് തള്ളിവിട്ട് കൊലയ്ക്ക് കൊടുത്ത ശേഷം അന്നത്തെ പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ ഉയർത്തിയ ചാർജ് ഷീറ്റുകൾ ഒറ്റയടിക്ക് പിൻവലിക്കുകയാണ് ചെയ്യുന്നത്. റവാഡ ചന്ദ്രശേഖരനെ പോലെ ഒരു ഉദ്യോഗസ്ഥനെ DGP-ആയി നിയമിക്കുകയാണ്. ഇത് എന്തിനാണ് ചെയ്യുന്നതെന്ന് സ്വന്തം അണികൾ തന്നെ CPM-നെ ചോദ്യം ചെയ്യും. ഷോർട്ട് ലിസ്റ്റിൽ 3 സീനിയർ IPS ഉദ്യോഗസ്ഥരാണ് വന്നത്. നിതിൻ അഗർവാൾ, റവാഡ ചന്ദ്രശേഖർ, യോഗേഷ് ഗുപ്ത. ലിസ്റ്റിലുള്ളവരിൽ തമ്മിൽ ഭേദം റവാഡ ചന്ദ്രശേഖറാണെന്ന് മുഖ്യമന്ത്രി നേരത്തെ അഭിപ്രായപ്പെട്ടിരുന്നു. ഇതിനെക്കുറിച്ച് ചോദിച്ചപ്പോൾ തമ്മിൽ ഭേദം എന്താണ് എന്നത് വരും ദിവസങ്ങളിൽ തെളിയുമെന്നാണ് കെ.സി. വേണുഗോപാൽ പറഞ്ഞത്. കേന്ദ്ര സർക്കാരുമായുള്ള പിണറായി സർക്കാരിന്റെ ഒത്തുതീർപ്പ് സ്ഥാനാർത്ഥിയാണ് പുതിയ DGP റവാഡ ചന്ദ്രശേഖർ എന്നും കെ.സി. വേണുഗോപാൽ പറഞ്ഞു. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്തറ. അവഗണനയുടെ പടുകുഴിയിൽ പരിയാരത്തെ കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജ്. സർക്കാർ ഏറ്റെടുത്ത 5 വർഷം കഴിഞ്ഞിട്ടും ആവശ്യത്തിന് ഡോക്ടർമാരോ ചികിത്സാ ഉപകരണങ്ങളോ ഇവിടെയില്ല. സർക്കാരിന്റെ വിവിധ ചികിത്സാ പദ്ധതികളിൽ ഉൾപ്പെടുത്തി ചിലവിട്ട വകയിൽ കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ആശുപത്രിക്ക് സർക്കാരിൽ നിന്നും ലഭിക്കാനുള്ളത് 110 കോടി രൂപയാണ്. സർക്കാർ ആരോഗ്യ മേഖലയോട് കാണിക്കുന്ന അവഗണനയ്ക്ക്, അനാസ്ഥയ്ക്കൊക്കെ എതിരെ സംസ്ഥാന വ്യാപകമായി കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ പ്രതിഷേധം നടക്കുകയാണ്. പരിയാരം മെഡിക്കൽ കോളേജിന് മുൻപിൽ കെ.സി. വേണുഗോപാൽ ഇതിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം നിർവഹിച്ചിരിക്കുകയാണ്. ഈ പരിയാരം മെഡിക്കൽ കോളേജിന്റെ മാത്രം കാര്യം എടുത്തു കഴിഞ്ഞാൽ രോഗികൾക്ക് ആശാവഹമായ ഒന്നും ഇവിടെ ഇല്ല എന്ന് പറയേണ്ടിയിരിക്കുന്നു. ഗ്യാസ്ട്രോ, അതുപോലെ തന്നെ ഓങ്കോളജി, പല വിഭാഗങ്ങളും അടച്ചുപൂട്ടുകയോ അല്ലെങ്കിൽ അടച്ചുപൂട്ടൽ ഭീഷണിയിലേക്കോ ഒക്കെയാണ്. ആവശ്യത്തിന് ഡോക്ടർമാരില്ല,
ഉപകരണങ്ങളില്ല. അത്തരത്തിൽ രോഗികളോട് കടുത്ത അവഗണന തന്നെയാണ് പരിയാരം മെഡിക്കൽ കോളേജിനും പറയാനുള്ളത്. കാലപ്പഴക്കത്താൽ CT സ്കാനിംഗ് മെഷീൻ ഇടയ്ക്കിടെ പണിമുടക്കും. MRI സ്കാനിംഗ് മെഷീൻ ആണെങ്കിൽ ഇതുവരെ സ്ഥാപിച്ചിട്ടില്ല. ക്യാൻസർ രോഗികൾക്ക് ആശ്രയമായിരുന്ന റേഡിയോ തെറാപ്പി യന്ത്രം പണിമുടക്കിയിട്ട് 4 വർഷമായി. ഇങ്ങനെ തുടങ്ങുന്നു ഇവിടുത്തെ ആവലാതികൾ. നിലവിൽ ഒരു സ്വകാര്യ കമ്പനി ഇവിടെ MRI സ്കാനിംഗ് മെഷീൻ സ്ഥാപിച്ചിട്ടുണ്ട്. അതിനാൽ പരിശോധനയ്ക്കായി സാധാരണക്കാർ വൻ തുക മുടക്കണം. അത്യാഹിത വിഭാഗത്തിന്റെ നവീകരണ പ്രവൃത്തിയും പാതി വഴിയിലാണ്. സീനിയർ ഡോക്ടർമാരുടെയും നഴ്സുമാരുടെയും കുറവ് പ്രതിസന്ധി സൃഷ്ടിക്കുന്നുണ്ട്. ഗ്യാസ്ട്രോ സർജറി വിഭാഗം ഡോക്ടർമാർ ഇല്ലാത്തതിനാൽ അടച്ചിട്ടു. ഗ്യാസ് എൻട്രോളജി വിഭാഗം, പ്ലാസ്റ്റിക് സർജറി, ന്യൂറോ സർജറി തുടങ്ങിയ വിഭാഗത്തിൽ ഒരു ഡോക്ടറുടെ സേവനം മാത്രമാണ് ലഭിക്കുന്നത്. മരുന്നിനും ഉപകരണത്തിനും എല്ലാം പണമില്ലാതെ വിഷമിക്കുന്ന മെഡിക്കൽ കോളേജിന് സർക്കാരിന്റെ വിവിധ ചികിത്സാ പദ്ധതിയിൽ ചെലവിട്ട വകയിൽ കിട്ടാനുള്ളത് 110 കോടി രൂപയാണ്. കുടിശ്ശികയുള്ളതിനാൽ മരുന്നു കമ്പനിക്കാർക്ക് സമയബന്ധിതമായി പണം നൽകാൻ കഴിയാത്തതും ആശുപത്രിക്ക് വലിയ പ്രയാസമാകുന്നുണ്ട്. പലപ്പോഴും ശസ്ത്രക്രിയകൾ വരെ മാറ്റിവെക്കേണ്ട സ്ഥിതിയും ഇവിടെ ഉണ്ടാകാറുണ്ട്. 8 ശസ്ത്രക്രിയകൾ ഒരേ സമയം നടത്താവുന്ന ഓപ്പറേഷൻ തിയേറ്റർ സമുച്ചയമാണ് മെഡിക്കൽ കോളേജ് ആശുപത്രിക്കുള്ളത്. എന്നാൽ നവീകരണത്തിന്റെ ഭാഗമായി 6 മാസമായി പല ഭാഗങ്ങളും അടച്ചിട്ടിരിക്കുകയാണ്. നിലവിൽ 2 ശസ്ത്രക്രിയകളാണ് ഒരേ സമയം ഇവിടെ നടത്താനാകുന്നത്. പ്രതിദിനം 100 ഡയാലിസിസുകൾ നടന്നിടത്ത് ഇപ്പോൾ വളരെ അത്യാവശ്യമായുള്ള രോഗികൾക്ക് മാത്രമേ ഡയാലിസിസ് നൽകുന്നുള്ളൂ. കാഷ്വാലിറ്റി എത്തിയാൽ അവിടെ പലപ്പോഴും സീനിയർ ഡോക്ടർമാർ ഉണ്ടാവാറില്ല. അവിടെ ഉണ്ടാവുന്നത് അവിടുത്തെ സ്റ്റുഡൻസും ബന്ധപ്പെട്ട ആൾക്കാരുമാണ്. അപ്പോൾ രോഗിക്ക് കൃത്യമായ പരിചരണം അവിടെ നിന്ന് തന്നെ ലഭിക്കുന്നില്ല. അതോടൊപ്പം മരുന്ന് കൃത്യമായി മരുന്ന് കൊടുക്കുന്നതിൽ വിവേചനം നടക്കുകയാണ്. അവിടെ പരിയാരം മെഡിക്കൽ കോളേജിലെ പല മരുന്നുകളും കൃത്യമായി രോഗികൾക്ക് കിട്ടുന്നില്ല എന്ന് മാത്രമല്ല, അവിടെ ഈ പേവാർഡിലൊക്കെ താമസിക്കുന്ന പല രോഗികൾക്കും സർക്കാരിൽ നിന്ന് ലഭിക്കേണ്ട മരുന്നുകൾ പലതും കൊടുക്കാതെ അവരെ പുറത്ത് ഇവിടെ സ്വകാര്യ കോപ്പറേറ്റീവ് സ്ഥാപനത്തിൻ്റെ മെഡിക്കൽ ഷോപ്പിലേക്കും അതുപോലെ തന്നെ സ്വകാര്യ മെഡിക്കൽ ഷോപ്പിലേക്കും പറഞ്ഞു വിടുന്ന അവസ്ഥയാണ് അവിടെ കാണാൻ സാധിക്കുന്നത്. അതോടൊപ്പം തന്നെ ഈ മരുന്ന് സൂക്ഷിക്കാൻ ഒരു സ്ഥലം, അത് അവിടെ പരിയാരം മെഡിക്കൽ കോളേജ് വരാന്തയിലാണ് മരുന്ന് സൂക്ഷിക്കുന്നത്. മരുന്ന് സൂക്ഷിക്കാൻ സ്ഥലമില്ലെങ്കിലും മെഡിക്കൽ OPയുടെ മുമ്പിൽ ഒരു സംഘടന ചാരിറ്റി പ്രവർത്തനം പറഞ്ഞ് ഒരുപാട് സ്ഥലങ്ങൾ കയ്യേറി അവർ സോപ്പ് ജീപ്പ് കണ്ണാടി വിറ്റുകൊണ്ടിരിക്കുകയാണ് ഇവിടെ മെഡിക്കൽ OPയുടെ മുമ്പിൽ വെച്ച്. അതോടൊപ്പം തന്നെ പീഡിയാട്രിക് OPയുടെ മുമ്പിലാണെങ്കിൽ മറ്റൊരു സംഘടന അവിടെ കച്ചവടം നടത്തിക്കൊണ്ടിരിക്കുകയാണ്, ഒരു സ്ഥാപനം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അവ ചുരുക്കി പറഞ്ഞാൽ പീഡിയാട്രിക് OPയുടെ മുമ്പിൽ വരുന്ന കുട്ടികളും അവരുടെ മാതാപിതാക്കളും അതുപോലെ തന്നെ രോഗികളെ മെഡിക്കൽ OPയുടെ മുമ്പിൽ രോഗികൾക്ക് വിരിക്കാൻ പോലും സൗകര്യമില്ലാത്ത ഒരു സാഹചര്യമാണ് മെഡിക്കൽ കോളേജിൽ കാണുന്നത്. കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ മരുന്നുകൾ സൂക്ഷിക്കുന്നത് വരാന്തയിലാണ്. സ്ഥല സൗകര്യമില്ലാത്തതിനാൽ മരുന്നുപെട്ടികൾ അലക്ഷ്യമായി വരാന്തകളിൽ കൂട്ടിയിട്ടിട്ടുണ്ട്. പ്രത്യേക ഊഷ്മാവിൽ സൂക്ഷിക്കേണ്ടുന്ന ചില മരുന്നുകളും വരാന്തയിലെ സെറാമിക് തറയിൽ തന്നെയാണുള്ളത്. ആശുപത്രി ഫാർമസിയിൽ AC സംവിധാനം ഇല്ലാത്തതും മരുന്നുകളുടെ ഗുണനിലവാരത്തെ പ്രതികൂലമായി ബാധിക്കുന്നുണ്ടെന്നും ആരോപണമുണ്ട്. ഈ പരിയാരം മെഡിക്കൽ കോളേജ് സർക്കാർ ഏറ്റെടുത്തിട്ട് 5 വർഷം കഴിഞ്ഞു. ഇപ്പോഴും ഇതിന്റെ വിഷമങ്ങൾ, ഇവിടെ എത്തുന്ന ആളുകളുടെ വിഷമങ്ങൾ കേൾക്കാൻ പോലും ആരും ഇല്ലാത്ത ഒരവസ്ഥയിലാണ്. മരുന്നുകൾ വെക്കാൻ ഇടമില്ല, വരാന്തയിൽ കൂട്ടിയിട്ട നിലയിലാണ്, ഉപകരണങ്ങളില്ല, ആശുപത്രിയിൽ എത്തുന്നവർക്ക് മതിയായ ഡോക്ടർമാരില്ല. ഇങ്ങനെയൊക്കെയുള്ള പരാതികൾക്ക് യാതൊരു പഞ്ഞവും ഇല്ലാതിരിക്കുന്നു. ആശുപത്രിക്കകത്ത് ഉള്ള സ്ഥലങ്ങളിൽ അനധികൃതമായി പല കാര്യങ്ങളും പ്രവർത്തിക്കുന്നു, പല സ്ഥാപനങ്ങളും പ്രവർത്തിക്കുന്നു എന്നൊക്കെ ഇവിടെ നിന്ന് നമുക്ക് അറിയാൻ സാധിക്കുന്നുണ്ട്. പക്ഷേ മരുന്ന് പോലും വെക്കാനില്ലാതെ വരാന്തയിൽ കൂട്ടിയിട്ട നിലയിൽ ആളുകൾക്ക്, ഇവിടെ എത്തുന്നവർക്ക്, കൃത്യമായ രോഗികൾക്ക് ഒന്നും യാതൊരു ആശ്വാസവും ലഭിക്കാത്ത രീതിയിലേക്ക് പരിയാരം മെഡിക്കൽ കോളേജ് മാറിയിരിക്കുന്നു. ഇതിന് ശാശ്വതമായ ഒരു പരിഹാരമാണ് എത്രയും പെട്ടെന്ന് കാണേണ്ടത്. നെറ്റ്വർക്ക് ന്യൂസിന് വേണ്ടി ക്യാമറമാൻ പ്രണവ് പെരുവാമ്പിക്കൊപ്പം KN വർഷ. കണ്ണൂർ ജില്ലയിലെ പയ്യന്നൂർ നഗരസഭയെയും കാസർഗോഡ് ജില്ലയിലെ തൃക്കരിപ്പൂർ പഞ്ചായത്തിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന കാറമേൽ പാടിയിൽക്കടവ് പാലം പ്രവൃത്തി ഉദ്ഘാടനം മന്ത്രി PA മുഹമ്മദ് റിയാസ് നിർവഹിച്ചു. കേരള സർക്കാർ പൊതുമരാമത്ത് വകുപ്പ് 11.10 കോടി രൂപ ചിലവഴിച്ചാണ് പാലം നിർമ്മിക്കുന്നത്. പയ്യന്നൂർ നഗരസഭയെയും തൃക്കരിപ്പൂർ പഞ്ചായത്തിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന കാറമേൽ പാടിയിൽക്കടവ് പാലം പ്രവൃത്തി ഉദ്ഘാടനം മന്ത്രി PA മുഹമ്മദ് റിയാസ് നിർവഹിച്ചു. പൂർത്തീകരിച്ച് യാഥാർത്ഥ്യമാക്കാൻ ഒരു പ്രത്യേക സംവിധാനം നമ്മുടെ സംസ്ഥാനത്ത് കൊണ്ടുവരണമെന്ന് നിശ്ചയിച്ചു. അതിൻ്റെ ഭാഗമായി 2021 ജൂലൈ മാസം മുതൽ കേരളത്തിലെ 140 നിയമസഭാ മണ്ഡലങ്ങളിലും ഒരു ഉദ്യോഗസ്ഥൻ നോഡൽ ഓഫീസറായി
CMT എന്ന സംവിധാനം വന്നു, കോൺസ്റ്റിറ്റ്യുവൻസി മോണിറ്ററിംഗ് ടീം. ഉദ്യോഗസ്ഥൻ എന്ന് പറയുമ്പോൾ പൊതുമരാമത്ത് വകുപ്പിൻ്റെ ഏറ്റവും ഉയർന്ന ഉദ്യോഗസ്ഥൻ ചീഫ് എഞ്ചിനീയറാണ്. അതിൻ്റെ താഴത്ത് സൂപ്രണ്ടിങ് എഞ്ചിനീയർ, അതിൻ്റെ തൊട്ട താഴത്താണ് ഓരോ ജില്ലയിലും ഉള്ള എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ. പിന്നെ അതിൻ്റെ താഴത്ത് അസിസ്റ്റൻ്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയറും അസിസ്റ്റൻ്റ് എഞ്ചിനീയർ മുതൽക്കുണ്ട്. എക്സിക്യൂട്ടീവ് എഞ്ചിനീയറും അതിൻ്റെ മുകളിലുമുള്ള റാങ്ക് ആൻഡ് ഫയലിലുള്ള ഒരു ഉദ്യോഗസ്ഥനായിരിക്കണം ഈ നിയമസഭാ മണ്ഡലത്തിൻ്റെ വ്യക്തിഗത ചുമതല നിർവഹിക്കേണ്ടത് നിശ്ചയിച്ചു. അങ്ങനെ 140 നിയമസഭാ മണ്ഡലത്തിലും ഒരു നോഡൽ ഓഫീസറുടെ നേതൃത്വത്തിൽ കോൺസ്റ്റിറ്റ്യുവൻസി മോണിറ്ററിംഗ് ടീം രൂപം കൊണ്ടു. ഉദ്ഘാടന ചടങ്ങിൽ ടി.ഐ. മധുസൂദനൻ MLA അധ്യക്ഷത വഹിച്ചു. രാജ്മോഹൻ ഉണ്ണിത്താൻ MP ചടങ്ങിൽ മുഖ്യാതിഥിയായി. പയ്യന്നൂർ നഗരസഭാ ചെയർപേഴ്സൺ KV ലളിത, മുൻ MLA C. കൃഷ്ണൻ, നഗരസഭാ വൈസ് ചെയർമാൻ PV കുഞ്ഞപ്പൻ, തൃക്കരിപ്പൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് VK ബാവ, T. വിശ്വനാഥൻ, C. ജയ, KK ഗംഗാധരൻ, രജീഷ് ബാബു M തുടങ്ങിയവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. പയ്യന്നൂർ നഗരസഭയിലെ കാറമേൽ, അന്നൂർ പ്രദേശങ്ങളിലുള്ളവർക്ക് തൃക്കരിപ്പൂരിലെത്താനും ചെറുകാനം, എടാട്ടുമ്മൽ, തങ്കയം പ്രദേശങ്ങളിലുള്ളവർക്ക് പയ്യന്നൂർ ഭാഗത്തേക്ക് എത്താനുമുള്ള എളുപ്പമാർഗമാണ് പാടിയിൽ കടവ്. പാലത്തിന് ഇരുകരകളിലുമായി വർഷങ്ങൾക്ക് മുൻപ് തന്നെ സമീപ റോഡുകൾ പൂർത്തിയാക്കിയത് ജനങ്ങൾക്ക് പ്രതീക്ഷ നൽകിയിരുന്നു. ഇപ്പോൾ കേരള സർക്കാർ പൊതുമരാമത്ത് വകുപ്പ് 11.10 കോടി രൂപ ചിലവഴിച്ചാണ് പാലം നിർമ്മിക്കുന്നത്. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. പയ്യന്നൂർ നിയോജക മണ്ഡലത്തിലെ കാങ്കോൽ ആലപ്പടമ്പ് ഗ്രാമപഞ്ചായത്തിലെ വടവന്തൂർ പാലം നാടിന് സമർപ്പിച്ചു. പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി PA മുഹമ്മദ് റിയാസ് ഉദ്ഘാടനം നിർവഹിച്ചു. ഗ്രാമീണ റോഡുകൾ ടാർ ചെയ്യുന്ന സ്ഥിതി ഉണ്ടായി. 2.5 ലക്ഷത്തോളം കിലോമീറ്റർ റോഡുകൾ കേരളത്തിൽ. അതിൽ പൊതുമരാമത്ത് വകുപ്പിൻ്റെ റോഡുകൾ ഒരു 30,000 കിലോമീറ്റർ മാത്രമാണ്. പക്ഷേ വാഹനങ്ങൾ നിരത്തിലിറങ്ങുന്നതിൽ വലിയൊരു ശതമാനവും ഉപയോഗിക്കുന്ന റോഡുകൾ പൊതുമരാമത്ത് വകുപ്പിൻ്റെ റോഡുകളാണ്. അതുകൊണ്ട് തന്നെ പൊതുമരാമത്ത് വകുപ്പിൻ്റെ റോഡുകളെ, പാലങ്ങളെ ഗുണമേന്മ ഉറപ്പുവരുത്തി മികച്ചതാക്കി മാറ്റി തീർക്കുക എന്നുള്ള ലക്ഷ്യം വെച്ചുകൊണ്ടാണ് എല്ലാവരെയും യോജിപ്പിച്ചുകൊണ്ട് പൊതുവെ ഇടപെടൽ നടത്തി വരുന്നത്. കിഫ്ബി വന്നതോടുകൂടി ഈ മാറ്റത്തിൻ്റെ വേഗത വർദ്ധിച്ചു. കിഫ്ബി കേരളത്തിൻ്റെ പശ്ചാത്തല വികസന മേഖലയുടെ മാറ്റത്തിൻ്റെ നേതൃത്വമായി മാറുന്ന സ്ഥിതിയുണ്ടായി. റോഡുകൾ, പാലങ്ങൾ, ബൈപ്പാസുകൾ, ഓവർബ്രിഡ്ജുകൾ, അടിപ്പാതകൾ, ഇങ്ങനെ നാട് ആവശ്യപ്പെടുന്ന വികസനം നമുക്ക് സാധ്യമാക്കുന്നതിന് കിഫ്ബി ഏറെ സഹായകരമായി മാറി. മലയോര ഹൈവേ, തീരദേശ ഹൈവേ, ഇതെല്ലാം കിഫ്ബി ഫണ്ടിങ്ങോടുകൂടിയുള്ളതാണ്. ഉദ്ഘാടന ചടങ്ങിൽ ടി.ഐ. മധുസൂദനൻ MLA അധ്യക്ഷത വഹിച്ചു. സൂപ്രണ്ടിംഗ് എഞ്ചിനീയർ E.G. വിശ്വപ്രകാശ് റിപ്പോർട്ട് അവതരിപ്പിച്ചു. രാജ്മോഹൻ ഉണ്ണിത്താൻ MP ചടങ്ങിൽ മുഖ്യാതിഥിയായി. ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് K. പത്മിനി, KV സുരേഷ് ബാബു, KV ശീതള, OT സുമേഷ്, PV ദാസൻ, KD അഗസ്റ്റിൻ, മണിപ്രസാദ് തുടങ്ങിയവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, കരിവള്ളൂർ. കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് അസോസിയേഷൻ പയ്യന്നൂർ ബ്ലോക്ക് കമ്മിറ്റി ജൂലൈ 1 കരിദിനം ആചരിച്ചു. ദിനാചരണത്തിന്റെ ഭാഗമായി പയ്യന്നൂർ സബ് ട്രഷറിക്ക് മുന്നിൽ പ്രതിഷേധം സംഘടിപ്പിച്ചു. സംസ്ഥാന വൈസ് പ്രസിഡന്റ് TV ഗംഗാധരൻ ഉദ്ഘാടനം ചെയ്തു. ശമ്പള പെൻഷൻ പരിഷ്കരണ നടപടികൾ ആരംഭിക്കുക, 18% ക്ഷാമാശ്വാസ കുടിശ്ശിക ഉടൻ അനുവദിക്കുക തുടങ്ങിയ കാതലായ ആവശ്യങ്ങൾ ഉന്നയിച്ച് കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് അസോസിയേഷൻ പയ്യന്നൂർ ബ്ലോക്ക് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ പയ്യന്നൂർ ടൗണിൽ പ്രകടനവും സബ് ട്രഷറിക്ക് മുന്നിൽ കരിദിന പ്രതിഷേധ പരിപാടിയും നടത്തി. ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് PV ശ്രീനിവാസൻ അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന വൈസ് പ്രസിഡന്റ് TV ഗംഗാധരൻ ഉദ്ഘാടനം നിർവഹിച്ചു. 1-ാം തീയതി നമ്മുടെയൊക്കെ പെൻഷൻ, നമ്മളൊക്കെ പെൻഷൻ പരിഷ്കരണത്തിന് വിധേയരാകേണ്ടവരായിരുന്നു. 5 വർഷം കൂടുമ്പോൾ കഴിഞ്ഞ കാലങ്ങളിലൊക്കെ തന്നെ
മാറി മാറി വന്ന സർക്കാരുകൾ പെൻഷൻ പരിഷ്കരണം 5 വർഷം കൂടുമ്പോൾ പെൻഷൻ പരിഷ്കരണം എന്ന പ്രക്രിയ ഇവിടെ നടന്നു വരാറുണ്ട്. നമുക്കറിയാം, ഇതിൻ്റെ ആദ്യ 68 നമ്മുടെ പ്രഥമ പരിഷ്കരണ കമ്മീഷൻ 73 രണ്ടാം പരിഷ്കരണത്തിൻ്റെ കാലഘട്ടത്തിലൊന്നും പെൻഷൻകാരുടെ പ്രശ്നങ്ങൾ, പെൻഷൻകാരുടെ ആവശ്യങ്ങൾ അത്ര തന്നെ റിപ്പോർട്ടുകളിൽ പ്രതിഫലിക്കാത്ത ഒരു സാഹചര്യമായിരുന്നു. സംസ്ഥാന സെക്രട്ടേറിയറ്റ് മെമ്പർ KV ഭാസ്കരൻ, സംസ്ഥാന കമ്മിറ്റി മെമ്പർ T കുഞ്ഞികൃഷ്ണൻ, സംസ്ഥാന കൗൺസിലർമാരായ AV തമ്പാൻ, CV രാജഗോപാലൻ, മോഹനൻ പുറച്ചേരി, ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ VP കൃഷ്ണ പൊതുവാൾ, K ഗോവിന്ദൻ നമ്പി, വനിതാ ഫോറം ബ്ലോക്ക് സെക്രട്ടറി ശാരദ ടീച്ചർ പെരിയാട്ട്, ബ്ലോക്ക് സെക്രട്ടറി UK സുരേന്ദ്രൻ, വൈസ് പ്രസിഡന്റ് VT കുഞ്ഞപ്പൻ മാസ്റ്റർ എന്നിവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് അസോസിയേഷൻ കല്യാശ്ശേരി നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കരിദിനം ആചരിച്ചുകൊണ്ട് പഴയങ്ങാടി ട്രഷറി ഓഫീസിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തി. KSSPA സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം VV ഉപേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. പെൻഷൻ പരിഷ്കരണ നടപടികൾ ആരംഭിക്കുക, 6 ഗഡു ക്ഷാമാശ്വാസം അനുവദിക്കുക, മെഡിസെപ് പദ്ധതി കുറ്റമറ്റതാക്കുക, കവർന്നെടുത്ത 118 മാസത്തെ ക്ഷാമാശ്വാസ കുടിശ്ശിക ഉടൻ അനുവദിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് പെൻഷൻ ദിനത്തിൽ കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് അസോസിയേഷൻ കല്യാശ്ശേരി നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കരിദിനം ആചരിച്ചുകൊണ്ട് പഴയങ്ങാടി ട്രഷറി ഓഫീസിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തി. KSSPA സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം VV ഉപേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. സാധാരണ ഒരു കമ്മീഷനെ നിയമിക്കുമ്പോൾ ഏതാണ്ട് 6 മാസം മുമ്പെങ്കിലും ശമ്പള കമ്മീഷനെ നിയമിക്കണം. അതോടൊപ്പം തന്നെ ശമ്പള പരിഷ്കരണ നടപടിയുമായി സർക്കാർ മുമ്പോട്ട് പോകണം. ഈ സമയം അത്രയുമായിട്ടും ഒരു നടപടിയുമായി മുമ്പോട്ട് പോകാത്ത സർക്കാരാണ് നമ്മുടെ മുമ്പിലുള്ളത്. നിയോജക മണ്ഡലം പ്രസിഡന്റ് VP ശേഖരൻ അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന കൗൺസിൽ അംഗങ്ങളായ MB ദാമോദരൻ, N തമ്പാൻ, N രാമചന്ദ്രൻ, നിയോജക മണ്ഡലം സെക്രട്ടറി V മണികണ്ഠൻ, ട്രഷറർ P സുബ്രഹ്മണ്യൻ, VP മുഹമ്മദ് അലി, P കുട്ടികൃഷ്ണൻ, P ലക്ഷ്മി, P മുസ്തഫ, A രാജൻ, VV പ്രകാശൻ, A ഉഷ, PR ദേവി തുടങ്ങിയവർ പ്രസംഗിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പഴയങ്ങാടി. പ്രകൃതിയിൽ ഏറ്റവും ഭംഗിയുള്ളവയിൽ ഒന്നാണ് തൂവെള്ള നിറത്തിൽ നിറഞ്ഞൊഴുകുന്ന ജലധാരകൾ. ഇത്തരത്തിൽ സഞ്ചാരികളുടെ മനം കവരുകയാണ് കുളിർമയൊരുക്കുന്ന രാമന്തളി മൗവനക്കുണ്ട് വെള്ളച്ചാട്ടം. മനോഹരമായ ഈ പ്രകൃതി സൗന്ദര്യത്തിലേക്ക് നടന്നെടുക്കുമ്പോൾ നമ്മൾ അറിയാതെ തന്നെ പ്രകൃതിയോട് അത്രമേൽ അടുത്തുപോകും. ഇത് മൗവനക്കുണ്ട് വെള്ളച്ചാട്ടം. പയ്യന്നൂരിൽ നിന്നും കുറച്ചു മാറി രാമന്തളി എന്ന പ്രദേശത്താണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. ഏഴിമലയുടെ മുകളിൽ നിന്ന് ആരംഭിച്ച് തിടിൽ പാടശേഖരത്തെ ചുറ്റി മൗവനക്കുണ്ടിലേക്ക് വെള്ളം പതിക്കുന്ന കാഴ്ച മനോഹരമാണ്. മഴക്കാലത്ത് കണ്ണിന് കുളിർമ ഒരുക്കുന്ന രാമന്തളി മൗവനക്കുണ്ട് വെള്ളച്ചാട്ടം കാണാൻ ഈ മഴക്കാലത്തും കാഴ്ചക്കാർ ഏറെ. ഇത്തവണ കാലവർഷം നേരത്തെ തുടങ്ങിയതും ശക്തമായി തന്നെ മഴ ലഭിച്ചതും കാരണം മെയ് മാസം മുതൽ തന്നെ നിരവധി പേരാണ് ഈ വെള്ളച്ചാട്ടം കാണാനെത്തുന്നത്. ഏഴിമലയുടെ മുകളിൽ നിന്നും തിടിൽ പാടശേഖരത്തെ ചുറ്റി ഒഴുകുന്ന തോട് ഉയരത്തിൽ നിന്നും മൗവനക്കുണ്ടിൽ പതിക്കുന്ന മനോഹരമായ കാഴ്ചയാണ് സന്ദർശകരെ ഇവിടേക്ക് ആകർഷിക്കുന്നത്. അധികം ആഴമില്ലാത്തതിനാൽ ഇവിടെ സുരക്ഷിതമായും കുളിക്കുവാൻ സാധിക്കും എന്നതും സന്ദർശകരെ ആകർഷിക്കുന്നു. രാമന്തളി പഞ്ചായത്ത് ശ്രീ ശങ്കരാചാര്യ സ്വാമി ക്ഷേത്രത്തിന് സമീപമുള്ള ഈ സ്ഥലമാണ് മൗവനക്കുണ്ട് എന്നറിയപ്പെടുന്ന ഈ വെള്ളച്ചാട്ടം. അപ്പോൾ ഏറ്റവും അധികം പ്രകൃതി രമണീയമായൊരു സ്ഥലമാണ്. ഇഷ്ടംമാതിരി സന്ദർശകർ വരുന്നുണ്ട്. എനിക്ക് തോന്നുന്നു ഈ സന്ദർശകരുടെ ആധിക്യം കൊണ്ട് തന്നെ ചില പരിസര മലിനീകരണ കാര്യങ്ങൾ അവിടെ നടക്കുന്നുണ്ട്. അപ്പോൾ എല്ലാ സമയത്തും ആൾക്കും അത് നോക്കാനോ പിടിക്കാനോ നിയന്ത്രിക്കാനോ പറ്റാത്തൊരു സാഹചര്യമാണ്. അത് സ്വയം നിയന്ത്രിക്കാൻ വേണ്ടി എവിടെയും അങ്ങനെ തന്നെയാണ്. അപ്പോൾ ഈ ഒരു വെള്ളച്ചാട്ടം മഴക്കാലത്ത് ഒരു നവംബർ ഡിസംബർ വരെ അതിൻ്റെ ഒഴുക്കുണ്ട്. ശരിയായ അതിൻ്റെ ഭംഗി ആസ്വദിക്കണമെങ്കിൽ ജൂൺ ജൂലൈ കാലവർഷ സമയത്താണ്. നമ്മുടെ രാമന്തളിയിൽ നിന്ന് മാത്രമല്ല മറ്റുള്ള സ്ഥലങ്ങളിൽ നിന്ന് തന്നെ ഇത് സന്ദർശിക്കാനായിട്ട് കുട്ടികളും മറ്റുള്ള ആൾക്കാരും എത്തുന്നുണ്ട്. അപ്പോൾ കടമ എന്താണെന്ന് വെച്ചാൽ ഓരോരാൾക്കാരോട് സ്വാധീനം ചെയ്യുന്നു. പക്ഷേ കടമ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രകൃതിയോട് ഇണങ്ങി ചേർന്നുകൊണ്ട്
ആ ഭംഗി ആസ്വദിക്കുക. രാമന്തളി ശങ്കരനാരായണ ക്ഷേത്രത്തിന് സമീപത്താണ് ഈ വെള്ളച്ചാട്ടം. വെള്ളച്ചാട്ടം കാണാൻ എത്തുന്നവർ ഇവിടങ്ങളിൽ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ തള്ളുന്നതായും പരാതി ഉയർന്നിട്ടുണ്ട്. വെള്ളച്ചാട്ടം ആസ്വദിക്കുന്നതോടൊപ്പം പ്രകൃതി സംരക്ഷണം എന്നതുകൂടി നമ്മുടെ ഓരോരുത്തരുടെയും കടമയാണെന്നു കൂടി നാട്ടുകാർ ഓർമ്മപ്പെടുത്തുന്നു. രാമന്തളിക്കാരുടെ സ്വകാര്യ അഹങ്കാരമാണ് മൗവനക്കുണ്ടെങ്കിലും ഇത് പറഞ്ഞും കേട്ടും നിരവധി പേർ ഇവിടെ ആസ്വദിക്കാനെത്താറുണ്ട്. ക്യാമറമാൻ സുമേഷിനൊപ്പം സുധാ സുരേന്ദ്രൻ, നെറ്റ്വർക്ക് ന്യൂസ്. കേന്ദ്ര സർക്കാരിന്റെ തൊഴിലാളി കർഷക ജനവിരുദ്ധ നയങ്ങൾക്കെതിരെ ജൂലൈ 9 നടക്കുന്ന ദേശീയ പണിമുടക്കിന്റെ പയ്യന്നൂർ ഏരിയാതല പ്രചരണ ജാഥയ്ക്ക് ഓണക്കുന്നിൽ തുടക്കമായി. CITU ജില്ലാ പ്രസിഡന്റ് C. കൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. കേന്ദ്ര സർക്കാരിന്റെ തൊഴിലാളി കർഷക ജനവിരുദ്ധ നയങ്ങൾക്കെതിരെ ജൂലൈ 9 നടക്കുന്ന ദേശീയ പണിമുടക്കിന്റെ ഭാഗമായി നടത്തുന്ന പയ്യന്നൂർ ഏരിയാതല പ്രചരണ ജാഥയ്ക്ക് ഓണക്കുന്നിൽ തുടക്കമായി. 2 ദിവസം നീണ്ടു നിൽക്കുന്നതാണ് വാഹന പ്രചരണ ജാഥ. CITU ജില്ലാ പ്രസിഡന്റ് C. കൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. തുടങ്ങിയതിന് ശേഷം ആ നയങ്ങൾക്കെതിരെ CITU ഉൾപ്പെടെയുള്ള AITUC ഉൾപ്പെടെയുള്ള ട്രേഡ് യൂണിയൻ സംഘടനകൾ മുൻകൈ എടുത്തുകൊണ്ട് നടത്തിയിട്ടുള്ള 22 പണിമുടക്കുകൾ കടന്നുപോയത്. ഇത് 23ാമത്തെ പണിമുടക്കാണ്. ഈ പണിമുടക്ക് മാത്രമല്ല, അത്തരം നയങ്ങൾക്കെതിരെ ഇടതടവില്ലാതെ നിരന്തരമായ സമരങ്ങൾ ഓരോ മേഖലയിലും നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ആ സമരങ്ങളിൽ കൂടുതൽ ആളുകൾ എഴുന്നേൽക്കുന്നുണ്ട്. അത് തൊഴിലാളികൾ മാത്രമല്ല, കൃഷിക്കാരും മറ്റ് മേഖലയിലുള്ളവരുമെല്ലാം സമരരംഗത്താണ്. പക്ഷേ നേരത്തെയുള്ള ഭരണത്തിന്റെ തുടർച്ച എന്നുള്ള നിലയിൽ ശ്രീ നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള ഗവൺമെന്റ് ഇവിടെ ഇപ്പോൾ 3ാമതും അധികാരത്തിൽ വന്നപ്പോൾ അവരുടെ അത്തരം നയങ്ങൾ കൂടുതൽ തൊഴിലാളി വിരുദ്ധമായ 4 ലേബർ കോഡുകളും ഉടൻ പിൻവലിക്കുക, എല്ലാ അസംഘടിത തൊഴിലാളികൾക്കും കരാർ തൊഴിലാളികൾക്കും സ്കീം വർക്കർമാർക്കും പ്രതിമാസം 26,000 രൂപ മിനിമം വേതനം നൽകുക തുടങ്ങിയ 17 ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് പണിമുടക്ക് നടത്തുന്നത്. K. മനോഹരൻ ജാഥ ലീഡറും P. ലക്ഷ്മണൻ ഡെപ്യൂട്ടി ജാഥ ലീഡറുമാണ്. ചടങ്ങിൽ K. മുകുന്ദൻ മാസ്റ്റർ അധ്യക്ഷനായി. P. വി. കുഞ്ഞപ്പൻ, K. വി. ബാബു, K. വി. ഭവാനി, P. ബാലൻ, U. വി. രാമചന്ദ്രൻ, A. K. ഗിരീഷ്, ദാമോദരൻ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിച്ചു. ജാഥ ജൂലൈ 2 രാമന്തളിയിൽ സമാപിക്കും. നെറ്റ്വർക്ക് ന്യൂസ്, കരിവള്ളൂർ. കേന്ദ്ര സർക്കാരിന്റെ തൊഴിലാളിദ്രോഹ നടപടിയിൽ പ്രതിഷേധിച്ച് ജൂലൈ 9 നടക്കുന്ന ദേശീയ പണിമുടക്കിന്റെ ഭാഗമായി ട്രേഡ് യൂണിയൻ സംഘടനകളുടെ നേതൃത്വത്തിൽ വാഹന പ്രചരണ ജാഥയ്ക്ക് തുടക്കമായി. ട്രേഡ് യൂണിയൻ പാപ്പിനിശ്ശേരി ഏരിയ ജാഥ മാട്ടൂൽ നോർത്തിൽ CITU ജില്ലാ സെക്രട്ടറി K. അശോകൻ ഉദ്ഘാടനം ചെയ്തു. ജൂലൈ 9 നടക്കുന്ന ദേശീയ പണിമുടക്കിന്റെ ഭാഗമായി ട്രേഡ് യൂണിയൻ സംഘടനകളുടെ നേതൃത്വത്തിൽ വാഹന പ്രചരണ ജാഥയ്ക്ക് തുടക്കമായി. ട്രേഡ് യൂണിയൻ പാപ്പിനിശ്ശേരി ഏരിയ ജാഥ മാട്ടൂൽ നോർത്ത് ജസീന്ത ബിൽഡിംഗിന് സമീപത്ത് CITU ജില്ലാ സെക്രട്ടറി K. അശോകൻ ഉദ്ഘാടനം ചെയ്തു. അങ്ങനെ നടക്കുമ്പോൾ ഒരു തല്ലുകൊള്ളുന്ന തൊഴിലാളിക്ക് ഈ തല്ലിന്റെ രാഷ്ട്രീയം എന്താണെന്ന് തിരിച്ചറിയാൻ കഴിയണം. ആ രാഷ്ട്രീയം തിരിച്ചറിയുന്നതിന് വേണ്ടിയാണ് നമ്മൾ ഈ പണിമുടക്കുമായി ബന്ധപ്പെട്ട് വിവിധങ്ങളായ പ്രചരണ പരിപാടികൾ വ്യത്യസ്തങ്ങളായ രീതികളിൽ തൊഴിലാളികളുടെ ഇടയിൽ, അവരുടെ കുടുംബങ്ങളിൽ, അഭ്യുദയകാംക്ഷികളിൽ, സമൂഹത്തിന്റെ വിഭിന്ന ഭാഗങ്ങളിൽ പ്രവർത്തിക്കുന്ന ആളുകൾ, വിഭിന്ന മേഖലയിൽ പ്രവർത്തിക്കുന്ന ആളുകൾ ഇവരിൽ എത്തിക്കാൻ വേണ്ടി ശ്രമിക്കുന്നത്. M. സന്തോഷ് അധ്യക്ഷത വഹിച്ചു. ജാഥ ക്യാപ്റ്റൻ P. നാരായണൻ, വൈസ് ക്യാപ്റ്റൻ രജനി മോഹൻ, ജാഥ മാനേജർ P. K. സത്യൻ, K. ശ്രീനിവാസൻ എന്നിവർ സംസാരിച്ചു. ജാഥയ്ക്ക് വിവിധ കേന്ദ്രങ്ങളിൽ സ്വീകരണം നൽകി. K. മോഹനൻ ഇരിനാവ്, M. ബാലകൃഷ്ണൻ, A. കൃഷ്ണൻ, കോട്ടൂർ ഉത്തമൻ, M. വി. ബാലൻ, P. വി. ജിതേഷ്, K. വി. ബാലകൃഷ്ണൻ, P. വി. ബാബു രാജേന്ദ്രൻ എന്നിവർ സംസാരിച്ചു. ബുധനാഴ്ച രാവിലെ മാങ്ങാട്ട് നിന്നാരംഭിച്ച് ഇരിനാവ് റോഡിൽ ജാഥ സമാപിക്കും. നെറ്റ്വർക്ക് ന്യൂസ്, പഴയങ്ങാടി. സ്വാതന്ത്ര്യ സമര സേനാനികളും സഹോദരന്മാരുമായ TCV കുഞ്ഞിരാമ പൊതുവാളുടെയും കുഞ്ഞിക്കണ്ണ പൊതുവാളുടെയും ഓർമ്മ ദിനാചരണം അന്നൂർ കാർത്യായനിപുരത്ത് TCV ജന്മശതാബ്ദി മന്ദിരത്തിൽ നടന്നു. M. K. രാഘവൻ MP ഉദ്ഘാടനം ചെയ്തു. ആ രണ്ടുപേരും അവർക്ക് വേണ്ടിയായിരുന്നില്ല, അവരുടെ സ്വന്തം കാര്യങ്ങൾക്ക് വേണ്ടിയായിരുന്നില്ല, മറിച്ച് സ്വാതന്ത്ര്യം നേടാൻ എന്താണ് മാർഗം, അതിന് ഏത് മാർഗം സ്വീകരിക്കണം, ആ മാർഗമെല്ലാം സ്വീകരിക്കാൻ വേണ്ടി തയ്യാറായിട്ടുള്ള അല്ലെങ്കിൽ സ്വയം സമർപ്പിക്കാൻ തീരുമാനിച്ചിട്ടുള്ള
പയ്യന്നൂർ കണ്ടതിൽ വെച്ച് ഏറ്റവും വിപ്ലവകാരികളായിട്ടുള്ള 2 പേരുടെ ഈ ഓർമ്മ പുതുക്കുന്ന ഈ സന്ദർഭത്തിൽ അന്ന് അവർ സ്വീകരിച്ച മാർഗമുണ്ട്. അത് ഗാന്ധിയൻ മാർഗമാണ്. തർക്കം നിങ്ങൾക്ക് വേണ്ട. അന്ന് ഗാന്ധിജിയുടെ സ്വാതന്ത്ര്യ സമരായുധങ്ങളായിട്ടുള്ള മാർഗങ്ങൾ ഐക്യോച്ചാരണമാണ് 1, മദ്യവർജനമാണ് 2, ഖാദി പ്രസ്ഥാനമാണ് 3, ഹിന്ദി പ്രചാരണമാണ് 4. ഇങ്ങനെ ഗാന്ധിജിയുടെ സ്വാതന്ത്ര്യ സമരത്തിൽ അഹിംസയും അതുപോലെ തന്നെ സത്യവും മുൻനിർത്തിയുള്ള ഒരു പോരാട്ടത്തിലെ പങ്കാളികൾ. ആ പങ്കാളികളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ആലോചിക്കേണ്ടത് ഇന്ന് ഏതായാലും ഇങ്ങനെ എല്ലാ വർഷവും അവർ ഓർമ്മിക്കാനും അവരുടെ സമരത്തിലെ പങ്കാളിത്തം ഇവിടെ ജനങ്ങൾ അറിയിക്കാനും കഴിയുന്നു എന്നുള്ളത് ഞാൻ വലിയ കാര്യമായി കാണുകയാണ്. അതാണ് ഞാൻ ആദ്യം സൂചിപ്പിച്ചത്. പ്രാദേശിക തലത്തിൽ സ്വാതന്ത്ര്യ സമര ചരിത്രം പരിശോധിക്കുമ്പോൾ പയ്യന്നൂരിന്റെ മുന്നണി പോരാളികളായിരുന്നു TCV സഹോദരന്മാരെന്ന് MK രാഘവൻ MP അഭിപ്രായപ്പെട്ടു. വിദ്യാർത്ഥികൾക്ക് പ്രാദേശിക സ്വാതന്ത്ര്യ സമര ചരിത്രം പഠന വിഷയമാക്കണമെന്നും സർക്കാരിനോട് ആവശ്യപ്പെട്ടു. ലഹരി ഉണ്ടാക്കുന്ന പ്രശ്നങ്ങൾ കാരണം ഭീകരമായ അവസ്ഥയിലൂടെയാണ് കേരളം കടന്നുപോകുന്നതെന്നും അതിനെതിരായി ജാഗ്രത പാലിക്കുമ്പോഴും സൂംബ ഡാൻസിനെതിരായി ജാതിമത വിഭാഗങ്ങൾ ഉയർന്നുവരുന്നതാണ് കാണുന്നത്. അതുകൊണ്ടുതന്നെ യുവാക്കൾ പഴയകാല സമര പാരമ്പര്യം ഉയർത്തണമെന്നും MK രാഘവൻ MP പറഞ്ഞു. CV ദയാനന്ദൻ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ K ജയരാജ്, U രാജേഷ്, ബാബു കലിയന്തിൽ, TCV രഞ്ജിത്ത് തുടങ്ങിയവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. തൃക്കരിപ്പൂരിൽ തെരുവ് നായ്ക്കളുടെ വിളയാട്ടം. വളർത്തുപക്ഷികളെ കൊന്നൊടുക്കുകയും സ്കൂട്ടറുകളുടെ സീറ്റുകളും മറ്റും കടിച്ചുകീറി നശിപ്പിക്കുകയും ചെയ്തു. ടൗണിനടുത്തുള്ള പേക്കടത്തെ ഒരു വീട്ടിലെ നിരീക്ഷണ ക്യാമറ ദൃശ്യം കണ്ടാൽ രാത്രിയിൽ വീടിന് പുറത്തിറങ്ങാൻ പോലും ആരുമൊന്ന് മടിക്കും. തൃക്കരിപ്പൂർ ടൗണിലെ സൈക്കിൾ വ്യാപാരി പേക്കടത്തെ AG ദാവൂദിന്റെ വീടിന്റെ കാർ പോർച്ചിൽ രാത്രിയും പുലർച്ചെയുമായി എത്തിയ തെരുവ് നായ്ക്കൾ ദാവൂദിന്റെയും മരുമകൻ നിഹാലിന്റെയും നിർത്തിയിട്ട സ്കൂട്ടറുകൾക്ക് നേരെയാണ് അക്രമം അഴിച്ചുവിട്ടത്. സീറ്റുകൾ കടിച്ചുകീറി നശിപ്പിച്ചു. തൃക്കരിപ്പൂരിലെ പല പ്രദേശങ്ങളിലും തെരുവുനായ ശല്യം രൂക്ഷമാണ്. ടൗണിലെ വ്യാപാരി പൊറോപ്പാട്ടെ PP നാസറിന്റെ വീട്ടിലെ 5 കോഴികളെയാണ് നായ്ക്കൾ കടിച്ചെടുത്ത് കൊണ്ടുപോയത്. തൊട്ടടുത്ത വൾവക്കാട്ടെ പുത്തലത്ത് അബൂബക്കറിന്റെ വീട്ടിലെ 10 കോഴികളെ തെരുവ് നായ്ക്കൾ കടിച്ചുകൊന്നു. സ്കൂളുകളിലും മദ്രസകളിലും പോകുന്ന വിദ്യാർത്ഥികളും ആശങ്കയിലാണ്. നെറ്റ്വർക്ക് ന്യൂസ്, തൃക്കരിപ്പൂർ. ചുമട്ടുതൊഴിലാളി യൂണിയൻ CITU പഴയങ്ങാടി ഡിവിഷൻ സമ്മേളനം പഴയങ്ങാടിയിൽ നടന്നു. ചുമട്ടുതൊഴിലാളി യൂണിയൻ മാടായി ഏരിയ പ്രസിഡന്റ് IV ശിവരാമൻ ഉദ്ഘാടനം ചെയ്തു. ചുമട്ടുതൊഴിലാളി യൂണിയൻ CITU പഴയങ്ങാടിയിൽ ഡിവിഷൻ സമ്മേളനം സംഘടിപ്പിച്ചു. ചുമട്ടുതൊഴിലാളി യൂണിയൻ മാടായി ഏരിയ പ്രസിഡന്റ് IV ശിവരാമൻ സമ്മേളനത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. ഈ തൊഴിലാളികളുടെ മുമ്പിൽ വെച്ച് ഇത്രയും തൊഴിലാളികളുടെ മക്കൾ ഇത്രയും മാർക്ക് വാങ്ങി ഒരനുമോദനം ഏറ്റുവാങ്ങുന്നു എന്ന ജീവിതത്തിൽ മഹത്തായ നേട്ടങ്ങൾ ഒന്നാണ്. ആ ഒരു വില നമുക്ക് വേറെ എഴുതിയില്ല. തൊഴിലോട് ചേർന്ന് യാതൊരു ഇവർ കുടുംബത്തിൽ കഴിഞ്ഞേക്കാളും ഇവിടെയുള്ളവരിലാണ് ഇവർ കൂടുതൽ. ചുമട്ടുതൊഴിലാളികളുടെ മക്കളിൽ ഉന്നത വിജയം നേടിയവരെ ചടങ്ങിൽ അനുമോദിച്ചു. TV പത്മനാഭൻ, VV രാമചന്ദ്രൻ, അബൂബക്കർ സിദ്ദിഖ്, EM ഏലിയാസ്, MK സുകുമാരൻ എന്നിവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പഴയങ്ങാടി. 2.5 പതിറ്റാണ്ടിലധികം സേവനം ചെയ്ത പോളിടെക്നിക് കോളേജ് പ്രിൻസിപ്പൽ സർവീസിൽ നിന്ന് വിരമിക്കുന്നതിന് മിനിറ്റുകൾക്ക് മുൻപ് വരെ വിദ്യാർത്ഥികൾക്ക് ക്ലാസ് എടുത്താണ് പടിയിറങ്ങിയത്. തൃക്കരിപ്പൂർ ഗവൺമെന്റ് പോളിടെക്നിക് കോളേജ് പ്രിൻസിപ്പൽ കരിവള്ളൂർ പുത്തൂരിലെ ഡോക്ടർ ഭാഗ്യശ്രീ ദേവിയാണ് എന്നും ഓർമ്മയിൽ സൂക്ഷിക്കാൻ കഴിയുന്ന തരത്തിൽ വിദ്യാർത്ഥികളുടെ നിറഞ്ഞ കയ്യടികളോടെ സ്ഥാപനത്തിന്റെ പടിയിറങ്ങിയത്. സാങ്കേതിക വിദ്യാഭ്യാസ വകുപ്പിന് കീഴിൽ വിവിധ സ്ഥാപനങ്ങളിലായി 27 വർഷമായി അധ്യാപനത്തിൽ വ്യാപൃതിയായ ഡോക്ടർ ഭാഗ്യശ്രീ ദേവി
കഴിഞ്ഞ 3 വർഷമായി തൃക്കരിപ്പൂർ പോളിടെക്നിക് കോളേജിന്റെ പ്രിൻസിപ്പലും ഇലക്ട്രോണിക്സ് വിഭാഗം മേധാവിയുമായാണ് പ്രവർത്തിച്ചത്. വിദ്യാർത്ഥികളെ സ്നേഹത്താൽ ചേർത്ത് നിർത്തി മുന്നോട്ട് നയിക്കുകയും റിസൾട്ട് മെച്ചപ്പെടുത്തുന്നതിനായി അവരുടെ മോട്ടിവേറ്ററായും പ്രവർത്തിച്ച സ്ഥാപന മേധാവിയാണ് ഡോക്ടർ ഭാഗ്യശ്രീ ദേവി എന്ന് സഹപ്രവർത്തകർ പറയുന്നു. കുട്ടികളുടെ അധ്യയന കാര്യത്തിൽ വളരെ അങ്ങേയറ്റം ശ്രദ്ധ ചെലുത്തിയ ഒരു പ്രിൻസിപ്പളാണെന്ന് പറയാം. മറ്റ് പ്രിൻസിപ്പൽമാരിൽ നിന്ന് വ്യത്യസ്തമായി വളരെ റെഗുലറായി ടൈം ടേബിൾ പ്രകാരം ക്ലാസ് എടുത്ത് തനിക്ക് പ്രത്യേകമായി ഒരു സിലബസിൻ്റെ ഒരു ഭാഗം എനിക്കെടുത്ത് തീർക്കണമെന്ന രീതിയിൽ ടീച്ചർ എടുക്കുകയും 2-3 സബ്ജക്റ്റുകൾ ഒരേ സമയം കൈകാര്യം ചെയ്യുകയും അതിൽ നല്ല റിസൾട്ട് ഉണ്ടാക്കുകയും ചെയ്ത ഒരു പ്രിൻസിപ്പളാണ് ഭാഗ്യശ്രീ ടീച്ചർ. അതുപോലെ തന്നെ എന്ത് കാര്യം ചെയ്യുമ്പോഴും കുട്ടികൾക്ക് ബെനിഫിറ്റായിട്ടുള്ള ഏത് കാര്യത്തിനും ടീച്ചർ എപ്പോഴും മുന്നിലുണ്ടായിരുന്നു. പ്രത്യേകിച്ച് നമ്മൾ ഈ കോവിഡ് അവസ്ഥയ്ക്ക് ശേഷം നമ്മുടെ സാമ്പത്തികമൊക്കെ അപ്പം നല്ലതല്ലാത്ത രീതിയിൽ നമ്മുടെ കോളേജിൽ നല്ല രീതിയിലുള്ള ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റും കാര്യങ്ങളൊക്കെ ടീച്ചർ തനിക്ക് പറ്റാവുന്ന രീതിയിൽ ഉണ്ടാക്കിയിട്ടുണ്ട് നമ്മുടെ കോളേജിൽ. വിദ്യാർത്ഥികൾക്ക് പ്ലേസ്മെന്റ് ഉയർത്തുന്നതിനും ഈ അധ്യാപിക പ്രത്യേക ശ്രദ്ധ ചെലുത്തി. 1998 പെരിയ ഗവൺമെന്റ് പോളിടെക്നിക് കോളേജിലാണ് ഇവർ ഔദ്യോഗിക ജീവിതം ആരംഭിച്ചത്. 4 വർഷത്തോളം തിരുവനന്തപുരത്ത് സാങ്കേതിക വിദ്യാഭ്യാസ വകുപ്പ് പരീക്ഷാ കൺട്രോളർ ഓഫീസിൽ അസിസ്റ്റന്റ് കൺട്രോളറായി സേവനമനുഷ്ഠിച്ചു. ഇതിനിടയിൽ ഡോക്ടറേറ്റ് നേടി. തുടർന്ന് പയ്യന്നൂർ ഗവൺമെന്റ് പോളിടെക്നിക്കിൽ 1 വർഷക്കാലം പ്രവർത്തിച്ചു. പിന്നീടാണ് തൃക്കരിപ്പൂർ പോളിടെക്നിക്കിൽ എത്തിയത്. ജൂൺ 30 തിങ്കളാഴ്ച വൈകുന്നേരമാണ് കോളേജ് അധ്യയനത്തിന്റെ അവസാന ബെൽ മുഴങ്ങും മുൻപ് വിദ്യാർത്ഥികൾക്ക് പ്ലേസ്മെന്റിൽ എങ്ങനെ പെർഫോം ചെയ്യാമെന്ന് ക്ലാസ് എടുത്ത് കോളേജിന്റെ പടിയിറങ്ങിയത്. ദേശാഭിമാനി കണ്ണൂർ യൂണിറ്റ് മാനേജരായി ഈ വർഷം വിരമിച്ച പുത്തൂരിലെ എം രഘുനാഥിന്റെ ഭാര്യയാണ് ഡോക്ടർ ഭാഗ്യശ്രീ ദേവി. ഇവരുടെ മക്കൾ 2 പേരും എഞ്ചിനീയറിംഗ് രംഗത്ത് തന്നെയുണ്ട്. നെറ്റ്വർക്ക് ന്യൂസ്, തൃക്കരിപ്പൂർ. പയ്യന്നൂർ നഗരസഭ ശുചിത്വം പാലിക്കൂ, രോഗം അകറ്റൂ, മാലിന്യമുക്തം രോഗമുക്തം ക്യാമ്പയിൻ പരിപാടികൾക്ക് തുടക്കമായി. ജൂലൈ 1 മുതൽ 31 വരെ നടക്കുന്ന ക്യാമ്പയിൻ പരിപാടിയുടെ നഗരസഭാതല ഉദ്ഘാടനം ചെയർപേഴ്സൺ KV ലളിത നിർവഹിച്ചു. പയ്യന്നൂർ നഗരസഭ ശുചിത്വം പാലിക്കൂ, രോഗം അകറ്റൂ, മാലിന്യമുക്തം രോഗമുക്തം ക്യാമ്പയിൻ പരിപാടിയുടെ നഗരസഭാതല ഉദ്ഘാടനം ചെയർപേഴ്സൺ KV ലളിത നിർവഹിച്ചു. മാലിന്യമുക്തം രോഗമുക്തം എന്ന പ്രധാനപ്പെട്ട മുദ്രാവാക്യം ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് ഈ ഒരു ക്യാമ്പയിന്റെ തുടക്കം കുറിക്കുന്നത്. ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ V ബാലൻ അധ്യക്ഷത വഹിച്ചു. കൗൺസിലർമാരായ M ആനന്ദൻ, E ഭാസ്കരൻ, K ബാലൻ, B കൃഷ്ണൻ, നഗരസഭാ ക്ലീൻ സിറ്റി മാനേജർ PP കൃഷ്ണൻ, ശുചിത്വ മിഷൻ VP ഹൃദ്യമോൾ ഹരീന്ദ്രൻ എന്നിവർ സംസാരിച്ചു. TP സ്റ്റോർ റോഡിൽ നടന്ന ശുചീകരണ പ്രവർത്തനങ്ങൾക്ക് നഗരസഭ പബ്ലിക് ഹെൽത്ത് ഇൻസ്പെക്ടർമാരായ അജിത KV, സബിത R, നഗരസഭാ ശുചീകരണ വിഭാഗം തൊഴിലാളികൾ തുടങ്ങിയവർ പങ്കെടുത്തു. തെരുവുകൾ, മാർക്കറ്റുകൾ, പൈതൃക കെട്ടിടങ്ങൾ തുടങ്ങി പൊതു ഇടങ്ങളെല്ലാം വൃത്തിയുള്ളതായി മാറ്റുന്നതിന് മാലിന്യങ്ങൾ വലിച്ചെറിയാതെ ഉറവിടങ്ങളിൽ തന്നെ സംസ്കരിക്കുക, വീടും പരിസരവും ഓടകളിലും മറ്റ് ജലാശയങ്ങളിലും മാലിന്യങ്ങൾ വലിച്ചെറിയാതിരിക്കുക, വിദ്യാലയങ്ങളിൽ ശുചിത്വം കുട്ടികളിലൂടെ എന്ന സന്ദേശമേകി ബോധവൽക്കരണ ക്ലാസുകൾ സംഘടിപ്പിക്കുക, വാർഡ് ശുചിത്വ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ രോഗാണുബാധയും ജലജന്യ രോഗങ്ങളും തടയാൻ വീടുകൾ തോറും നിരീക്ഷണവും ബോധവൽക്കരണവും സംഘടിപ്പിക്കുക, പൊതു ഇടങ്ങളിലും ഓടകളിലും കൊതുകിന്റെ ഉറവിട നശീകരണത്തിന്റെ ഭാഗമായി സ്പ്രേയിംഗ്, ക്ലോറിനേഷൻ, ഫോഗിംഗ് നടത്തൽ തുടങ്ങിയവയാണ് ക്യാമ്പയിന്റെ ലക്ഷ്യം. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. പയ്യന്നൂർ റോട്ടറി ക്ലബിന്റെ 2025-26 വർഷത്തെ പ്രസിഡന്റിന്റെയും ഭാരവാഹികളുടെയും സ്ഥാനാരോഹണ ചടങ്ങ് ജൂലൈ 3 നടക്കും. പയ്യന്നൂർ ശ്രീവത്സം ഓഡിറ്റോറിയത്തിൽ നടക്കുന്ന ചടങ്ങിൽ റോട്ടറി മുൻ ഡിസ്ട്രിക്ട് ഗവർണർ രാജശേഖർ ശ്രീനിവാസ് മുഖ്യാതിഥിയാകുമെന്നും ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. പയ്യന്നൂർ റോട്ടറി ക്ലബിന്റെ 2025-26 വർഷത്തെ പ്രസിഡന്റിന്റെയും ഭാരവാഹികളുടെയും സ്ഥാനാരോഹണ ചടങ്ങ് ജൂലൈ 3 വൈകുന്നേരം 7:30 പയ്യന്നൂർ ശ്രീവത്സം ഓഡിറ്റോറിയത്തിൽ വെച്ച് നടക്കും. പ്രസിഡന്റ് P സുരേന്ദ്രൻ, സെക്രട്ടറി ഡോക്ടർ അനിൽകുമാർ, ട്രഷറർ ബാബു പള്ളിയിൽ എന്നിവരും മറ്റ് ഓഫീസ് ഭാരവാഹികളും സ്ഥാനമേൽക്കും. ചടങ്ങിൽ മുഖ്യാതിഥിയായി മുൻ ഡിസ്ട്രിക്ട് ഗവർണർ രാജശേഖരൻ ശ്രീനിവാസ് സംബന്ധിക്കും. സൗജന്യമായി 150ഓളം പേർക്ക് കൃത്രിമക്കാൽ വെച്ച് നൽകുക, ചിറ്റിലപ്പള്ളി ഫൗണ്ടേഷനുമായി സഹകരിച്ച് സൗജന്യ ഭവനദാന പദ്ധതി, സൗജന്യ നേത്രപരിശോധനാ ക്യാമ്പ് വിഷൻ ഓൺ വീൽസ്, പ്രകൃതി സംരക്ഷണത്തിന് പ്രാധാന്യം കൊടുത്തുകൊണ്ട് കണ്ടൽ വനവൽക്കരണ പദ്ധതി, യുവജനങ്ങൾക്കായുള്ള സൗജന്യ തൊഴിൽ നൈപുണ്യ വികസന പദ്ധതി തുടങ്ങി ബൃഹത്തായ വിവിധ പ്രൊജക്ടുകൾ ഈ വർഷം ക്ലബ്ബ് ഏറ്റെടുത്ത് നടത്തും. ഇതോടൊപ്പം റോട്ടറി ഏറ്റെടുത്ത് നടത്തുന്ന വിവിധങ്ങളായ സാമൂഹ്യ സേവന പരിപാടികൾ തുടർന്നു കൊണ്ടുപോവുകയും ചെയ്യുമെന്നും ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. P സുരേന്ദ്രൻ, ഡോക്ടർ അനിൽകുമാർ, ബാബു പള്ളിയിൽ, VG നായനാർ, രാജീവൻ TA, അഡ്വക്കേറ്റ് ആൻഡോ, EP ചന്ദ്രൻ, കമലാക്ഷൻ M തുടങ്ങിയവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. നെറ്റ്വർക്ക് ന്യൂസ്,
പയ്യന്നൂർ. കാർഷിക വികസന കർഷകക്ഷേമ വകുപ്പ് എരമംകുറ്റൂർ ഗ്രാമപഞ്ചായത്ത് കൃഷിഭവന്റെ ആഭിമുഖ്യത്തിൽ കർഷക സഭയും ഞാറ്റുവേല ചന്തയും കുറ്റൂർ സാംസ്കാരിക നിലയത്തിൽ നടന്നു. കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് മെമ്പർ ടി തമ്പാൻ മാസ്റ്റർ ഞാറ്റുവേല ചന്ത ഉദ്ഘാടനം ചെയ്തു. കാർഷിക വികസന കർഷകക്ഷേമ വകുപ്പ് എരമംകുറ്റൂർ ഗ്രാമപഞ്ചായത്ത് കൃഷിഭവന്റെ ആഭിമുഖ്യത്തിൽ കർഷക സഭയും ഞാറ്റുവേല ചന്തയും കുറ്റൂർ സാംസ്കാരിക നിലയത്തിൽ വെച്ച് നടന്നു. കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് മെമ്പർ ടി തമ്പാൻ മാസ്റ്റർ ഞാറ്റുവേല ചന്ത ഉദ്ഘാടനം ചെയ്തു. അത് മറ്റുള്ളവർക്ക് വിതരണം ചെയ്യുന്നു എന്നുള്ളത് നമുക്കൊക്കെ അറിയുന്ന കാര്യം. ഈ സമയത്ത് കൃഷിയുടെ പ്രാധാന്യം സംബന്ധിച്ച് കൂടുതൽ പറയേണ്ടുന്ന കാര്യമൊന്നുമില്ല. ഇപ്പോൾ കാർഷിക വിളകൾ നല്ല പ്രാധാന്യം കൊടുത്തുകൊണ്ട് തരിശു നിലങ്ങൾ കൃഷിയോഗ്യമാക്കി തീർക്കുന്ന പദ്ധതിക്ക് സർക്കാർ തന്നെ ഏറ്റവും അധികം പ്രാമുഖ്യം നൽകിക്കൊണ്ടിരിക്കുന്ന ഒരു സമയത്താണ് നമ്മൾ ഈ ഞാറ്റുവേല ചന്ത സംഘടിപ്പിക്കുന്നത്. ചടങ്ങിൽ വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ടി കെ രാജൻ അധ്യക്ഷത വഹിച്ചു. പയ്യന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് കൃഷി അസിസ്റ്റന്റ് ഡയറക്ടർ കെ രാഖി കൃഷിക്കാർക്ക് ഞാറ്റുവേലയുടെ പ്രാധാന്യത്തെക്കുറിച്ച് ക്ലാസ് എടുത്തു. പി പി വിജയൻ, സി വി ബാലകൃഷ്ണൻ, കെ ബി ബാലകൃഷ്ണൻ, കൃഷി ഓഫീസർ ടി കൃഷ്ണപ്രസാദ്, അനുശ്രീ, കൃഷി ഓഫീസ് ജീവനക്കാരായ ടി തമ്പാൻ, ടി പി സതീശൻ, ഒ ജ്യോതി, ടി തമ്പാൻ തുടങ്ങിയവർ സംബന്ധിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്തറ. മാത്തിൽ കുറുവേലി അരുണോദയ കലാസമിതിയുടെ ആഭിമുഖ്യത്തിൽ അനുമോദന സദസ്സും ബോധവൽക്കരണ ക്ലാസും സംഘടിപ്പിച്ചു. ഹെൽത്ത് ഇൻസ്പെക്ടർ കെ ടി ജയപ്രകാശ് ബോധവൽക്കരണ ക്ലാസ് എടുത്തു. മാത്തിൽ കുറുവേലി അരുണോദയ കലാസമിതിയുടെ ആഭിമുഖ്യത്തിൽ അനുമോദന സദസ്സും ബോധവൽക്കരണ ക്ലാസും സംഘടിപ്പിച്ചു. കലാസമിതി പരിസരത്ത് വെച്ച് നടന്ന പരിപാടിയിൽ ഹെൽത്ത് ഇൻസ്പെക്ടർ കെ ടി ജയപ്രകാശ് മഴക്കാല രോഗങ്ങളെക്കുറിച്ചുള്ള ബോധവൽക്കരണ ക്ലാസ് എടുത്തു. ഈ സന്ധ്യ ഇരുട്ടുന്നത് വരെയുള്ള സമയത്ത് 6 മണി വരെയുള്ള സമയത്താണ് കഴിക്കുന്നത്. രാവിലെ 6 മണി മുതൽ 10 മണി വരെ, വൈകിട്ട് 3 മണി മുതൽ 6 മണി വരെയൊക്കെ കടിക്കുന്ന കൊതുകാണ് സുന്ദരി കൊതുകുകളാണ്. അതിൻ്റെയൊക്കെ ശരീരത്തിൽ വള്ള വലകൾ കണ്ടാൽ തിരിച്ചറിയും. അപ്പോൾ സുന്ദരി കൊതുകുകളാണ് നമ്മൾ കടിക്കുന്നത്. അപ്പോൾ ഡെങ്കിപ്പനി വരാതിരിക്കാൻ ഞാൻ രാത്രി ഗുഡ് നൈറ്റ് ഇടാറുണ്ട്, കൊതുവലക്കകത്താണ് കടന്നുറങ്ങാറുണ്ട് എന്ന് പറഞ്ഞതിനെ കൊണ്ട് കാര്യമുണ്ടോ? ഇല്ല. അവരെപ്പോഴാണ് കടിക്കുന്നത്? ഇപ്പോഴാണ് കടിക്കുന്നത്. ഇപ്പൊ കടിക്കുന്ന കൊതുകിനെല്ലാം നിങ്ങളൊന്ന് പിടിച്ചു നോക്കിക്കോ, അതിന് പുള്ളി കൊതുകായിരിക്കും. ഇപ്പൊ വലിയ കൊതുക് വരാൻ സമയമാവുന്നതേ ഉള്ളൂ, 5:30 പിന്നെ ഒരു മണിക്കൂറും കൂടി എടുക്കും വലിയവർ വരാൻ. ഇപ്പൊ കടിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ അതിനെ പിടിച്ചു നോക്കി കഴിഞ്ഞാൽ മിക്കവാറും എണ്ണത്തിന് വള്ളവരകൾ, അതാണ് ഡെങ്കിപ്പനിക്ക് കാരണമായ കൊതുക്. ഈ കൊതുക് എന്താ ചെയ്യുന്നത്? രോഗിനെ കടിച്ച ഉടനെ നമ്മളെ വന്ന് കടിച്ചാൽ പകരണമെന്നില്ല. രോഗിനെ കടിച്ച് 5-6 ദിവസം കഴിഞ്ഞ് നമ്മളെ കടിച്ചാലേ പകരുള്ളൂ. പക്ഷെ അത് മുട്ടയിട്ടിട്ട് അതിന്റെ കുഞ്ഞുങ്ങളാണ് കടിക്കുന്നതെങ്കിൽ നിർബന്ധമായിട്ടും പകരും. ചടങ്ങിൽ വെച്ച് LSS, USS, SSLC+2 ഉന്നത വിജയികൾക്കുള്ള അനുമോദനവും ഉപഹാര സമർപ്പണവും നടന്നു. TM വാസുപ്രദീപ് ചടങ്ങിൽ അധ്യക്ഷനായി. ശീതള KV, ഉണ്ണികൃഷ്ണൻ, ബാബുരാജ് KV, MK രതിമണി തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, കരിവള്ളൂർ. ഡിജിറ്റൽ സേവനദാതാക്കളായ ഡിജി ഗ്ലോബൽ ഇൻഫോയുടെ കോർപ്പറേറ്റ് ഓഫീസ് പയ്യന്നൂരിൽ പ്രവർത്തനം ആരംഭിക്കുന്നു. പയ്യന്നൂർ പഴയ ബസ് സ്റ്റാൻഡിന് സമീപത്തെ വൈറ്റ് സിറ്റി കോംപ്ലക്സിൽ ജൂലൈ 2 രാവിലെ 10 മണിക്ക് പയ്യന്നൂർ ചേംബർ ഓഫ് കൊമേഴ്സ് പ്രസിഡന്റ് KU വിജയകുമാർ ഉദ്ഘാടനം ചെയ്യും. ഡിജിറ്റൽ സേവനദാതാക്കളായ ഡിജി ഗ്ലോബൽ ഇൻഫോയുടെ കോർപ്പറേറ്റ് ഓഫീസ് പയ്യന്നൂരിൽ പ്രവർത്തനം ആരംഭിക്കുന്നു. പയ്യന്നൂർ പഴയ ബസ് സ്റ്റാൻഡിന് സമീപത്തെ വൈറ്റ് സിറ്റി കോംപ്ലക്സിൽ പ്രവർത്തനം തുടങ്ങുന്ന ഓഫീസിന്റെ ഉദ്ഘാടനം ജൂലൈ 2 രാവിലെ 10 മണിക്ക് നടക്കും. നമുക്ക് ആവശ്യമുള്ളതെല്ലാം ഒരേ പ്ലാറ്റ്ഫോമിൽ അണിനിരത്തിക്കൊണ്ട് മൈ ലൊക്കാലിറ്റി ഇൻഫോയുടെ മൊബൈൽ ആപ്ലിക്കേഷനും വെബ്സൈറ്റും ഇതോടനുബന്ധിച്ച് ലോഞ്ച് ചെയ്യും. പയ്യന്നൂർ ചേംബർ ഓഫ് കൊമേഴ്സ് പ്രസിഡന്റ് KU വിജയകുമാർ ജൂലൈ 2 രാവിലെ 10 മണിക്ക് ഓഫീസിന്റെ ഉദ്ഘാടനം നിർവഹിക്കും. പ്രവീൺ ദിനേശ്, അജയ്കുമാർ OK, വിനോദ് P, വിനോദ് VP എന്നിവർ മാധ്യമ സമ്മേളനത്തിൽ സംബന്ധിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. കരിവെള്ളൂർ റോട്ടറി ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ ഡോക്ടേഴ്സ് ഡേ ആചരിച്ചു. കരിവെള്ളൂരിലെ അസിസ്റ്റന്റ് സർജൻ ഡോക്ടർ നിതിനെ ആദരിച്ചു. പോളിയോ എന്ന മാരകരോഗം ഈ രോഗത്തിൽ നിന്ന് നിർമ്മാർജ്ജനം ചെയ്യുന്നതിന് റോട്ടറി ഒരുപാട് സഹായം കൊടുക്കുന്നുണ്ട്. അതുമാതിരി ഇപ്പോൾ അത് ഏകദേശം എന്ന നിലയിലാണ് ലോകത്തിൻ്റെ 2 രാജ്യങ്ങളിലാക്കിയ റോട്ടറികളിൽ ഒന്നാവുന്ന ആൾക്കാർ ഈ രോഗവുമായി ജനിക്കുന്നത്.
കരിവള്ളൂർ റോട്ടറി ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ ഡോക്ടേഴ്സ് ഡേയിൽ കരിവള്ളൂരിലെ അസിസ്റ്റന്റ് സർജൻ ഡോക്ടർ നിതിനെ ആദരിച്ചു. സ്വവസതിയിൽ നടന്ന ചടങ്ങിൽ വെച്ച് പി ഭാസ്കരൻ പൊന്നാട അണിയിച്ച് ആദരിച്ചു. റോട്ടറി ക്ലബ്ബ് പ്രസിഡന്റ് കെ പവിത്രൻ അധ്യക്ഷത വഹിച്ചു. ഡോക്ടർ ടി സുരേഷ്, പി കുഞ്ഞമ്പു, പി ശശിധരൻ, വി സുരേന്ദ്രൻ, മുകുന്ദൻ, അനിൽകുമാർ പി, മുരളി പി വിനോദ്, വി മുരളീധരൻ തുടങ്ങിയവർ സംബന്ധിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, കരിവള്ളൂർ. ദേശീയ ഡോക്ടേഴ്സ് ദിനത്തിൽ ആതുര സേവന രംഗത്തെ ഡോക്ടർമാർക്ക് ആദരവർപ്പിച്ച തൃക്കരിപ്പൂർ സൈക്ലിംഗ് ക്ലബിന്റെ നേതൃത്വത്തിൽ സൈക്കിൾ റൈഡ് നടത്തി. തീരദേശ പാതയിലൂടെ തൃക്കരിപ്പൂരിൽ നിന്നും നീലേശ്വരം വരെയും തിരിച്ചുമായിരുന്നു സൈക്കിൾ യാത്ര. പശ്ചിമ ബംഗാൾ മുൻ മുഖ്യമന്ത്രി ഡോക്ടർ BC റോയിയുടെ സ്മരണയിലാണ് ദേശീയതലത്തിൽ ഡോക്ടേഴ്സ് ദിനം ആചരിച്ചു വരുന്നത്. വെല്ലുവിളി നിറഞ്ഞ തൊഴിൽ സാഹചര്യങ്ങളിലും യുദ്ധങ്ങളിലും ജീവൻ നഷ്ടമായ ഡോക്ടർമാരെ അനുസ്മരിച്ചാണ് തൃക്കരിപ്പൂർ മുതൽ നീലേശ്വരം വരെയും തിരിച്ചും സൈക്കിൾ യാത്ര നടത്തിയത്. അനുബന്ധിച്ച് നടന്ന ആദരച്ചടങ്ങിൽ തൃക്കരിപ്പൂർ സൈക്ലിംഗ് ക്ലബ്ബ് പ്രസിഡന്റ് TMC ഇബ്രാഹിം അധ്യക്ഷത വഹിച്ചു. പയ്യന്നൂർ താലൂക്ക് ആശുപത്രി സീനിയർ കൺസൾട്ടന്റ് ഡോക്ടർ T അബ്ദുൾ ജലീൽ മുഖ്യാതിഥിയായിരുന്നു. സെക്രട്ടറി അരുൺ നാരായണൻ, ട്രഷറർ ഇർഷാദ് ഇസ്മായിൽ, സിവിൽ പോലീസ് ഓഫീസർ രാജേഷ് കുഞ്ഞിവീട്ടിൽ എന്നിവർ സംസാരിച്ചു. സൈക്കിൾ റൈഡിന് റഹ്മാൻ കാങ്കോൽ, സുബിൻ അച്ചാംതുരുത്തി, മുസ്തഫ മാർത്താണ്ഡൻ, BC യാസിൻ, KV ഷാജി, MCT സിഫ്സീർ, കാർത്തിക് രാജ് എടാട്ടുമ്മൽ, AK ഷൗക്കത്ത് അലി, AG ഫായിസ് എന്നിവർ നേതൃത്വം നൽകി. നെറ്റ്വർക്ക് ന്യൂസ്, തൃക്കരിപ്പൂർ. കേരള പ്രവാസി സംഘം ആലപ്പടമ്പ് വെസ്റ്റ് വില്ലേജ് സമ്മേളനം ഏറ്റുകുടുക്കയിൽ നടന്നു. പ്രവാസി സംഘം ജില്ലാ സെക്രട്ടറി പ്രശാന്ത് കാട്ടാമ്പള്ളി ഉദ്ഘാടനം നിർവഹിച്ചു. കേരള പ്രവാസി സംഘം ആലപ്പടമ്പ വെസ്റ്റ് വില്ലേജ് സമ്മേളനം ഏറ്റുകുടുക്ക കമ്മ്യൂണിറ്റി ഹാളിൽ വെച്ച് നടന്നു. പ്രവാസി സംഘം ജില്ലാ സെക്രട്ടറി പ്രശാന്ത് കാട്ടാമ്പള്ളി ഉദ്ഘാടനം നിർവഹിച്ചു. എങ്ങനെയാണ് കുട്ടികൾ ഇതിൽ പെട്ടുപോകുന്നത്? അവർക്ക് മറ്റ് രീതിയിലുള്ള ലഹരികൾ ഇല്ലാതെ പോകുന്നു. നമുക്കറിയാം, കഴിഞ്ഞ ദിവസമാണ് വായനാ ദിനം നടന്നത്. വായനയിലേക്ക് കുട്ടികളെ കൊണ്ടുപോകാൻ നമുക്ക് കഴിയണമെങ്കിൽ നമ്മൾ മാസത്തിൽ ഒരിക്കൽ പ്രവാസി സംഘം മുൻകൈ എടുത്തുകൊണ്ട് ഇതുപോലുള്ള ഹാളുകളിൽ കുട്ടികളെ എല്ലാം വിളിച്ചു ചേർത്ത് ഒരു പുസ്തകം പരിചയപ്പെടുത്തി അതിലേതെങ്കിലും ഒരു പ്രവാസി ആ പുസ്തകം വായിക്കുകയും അല്ലെങ്കിൽ നമ്മുടെ സമൂഹത്തിനകത്ത് നല്ല രീതിയിൽ പുസ്തകം വായിക്കുകയും എഴുതുകയും ചെയ്യുന്ന ആളുകളെല്ലാം ഉപയോഗപ്പെടുത്തി ആ പുസ്തകം പരിചയപ്പെടുത്തി കൊടുക്കുകയും വായിക്കുകയും കുട്ടികൾക്ക് ആ പുസ്തകത്തിന്റെ അതിന്റെ ഉള്ളടക്കം പറഞ്ഞു കൊടുക്കുകയും അതിലൂടെ കുട്ടികൾ വായനയിലേക്ക് പോവുകയും എല്ലാം ചെയ്യുമ്പോൾ കുട്ടികൾ മറ്റ് ലഹരിയിൽ നിന്ന് മാറി ഇതിലേക്ക് വരുന്ന സാഹചര്യം നമുക്ക് സൃഷ്ടിക്കാൻ വേണ്ടി കഴിയും. അതുകൊണ്ട് ഈ ലഹരിയുടെ മാഫിയ ആരെയാണ് റാഞ്ചി പിടിക്കുന്നത്? കുട്ടികളെ വീട്ടിൽ ശ്രദ്ധിക്കാൻ പുരുഷന്മാരില്ല, അല്ലെങ്കിൽ അച്ഛൻ ഇവിടെ ഇല്ല, ഉപ്പ ഇവിടെ ഇല്ല, അമ്മ മാത്രമേ ഉള്ളൂ, അമ്മയെ കബളിപ്പിക്കാൻ എളുപ്പമാണ് എന്നെല്ലാം ധരിക്കുന്നവരെ കുട്ടികളെ ഇത്തരം ലഹരിയുടെ പ്രവർത്തനവുമായി പോകുന്ന ആളുകൾ റാഞ്ചി പിടിക്കാൻ ശ്രമിക്കുന്നതും അവരെയെല്ലാം മോചിപ്പിക്കാൻ കഴിയത്തക്ക വിധത്തിലുള്ള സംവിധാനങ്ങളും അതിലൂടെയുള്ള ബോധവൽക്കരണ ക്ലാസുകളും എല്ലാം സംഘടിപ്പിക്കാൻ പ്രവാസി സംഘം മുൻകൈ എടുക്കാറുണ്ട്. ചടങ്ങിൽ KV കുമാരൻ അധ്യക്ഷനായി. T തമ്പാൻ, ആനന്ദ് നാരായണൻ, KP കമലാക്ഷൻ, ഷീല K തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, കരിവള്ളൂർ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കേരളത്തിന്റെ ആരോഗ്യരംഗം അത്യാസന്ന നിലയിലെന്ന AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ MP. ആരോഗ്യമേഖലയോടുള്ള സർക്കാരിന്റെ അവഗണനയ്ക്കും അനാസ്ഥയ്ക്കുമെതിരെ കോൺഗ്രസ് നടത്തുന്ന പ്രതിഷേധത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം പരിയാരത്ത് നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കണ്ണൂർ ജില്ലയിലെ പയ്യന്നൂർ നഗരസഭയെയും കാസർഗോഡ് ജില്ലയിലെ തൃക്കരിപ്പൂർ പഞ്ചായത്തിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന കാറമേൽ പാടിയിൽ കടവ് പാലം പ്രവൃത്തി ഉദ്ഘാടനം മന്ത്രി PM മുഹമ്മദ് റിയാസ് നിർവഹിച്ചു. കേരള സർക്കാർ പൊതുമരാമത്ത് വകുപ്പ് 11.10 കോടി രൂപ ചെലവഴിച്ചാണ് പാലം നിർമ്മിക്കുന്നത്. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് അസോസിയേഷൻ പയ്യന്നൂർ ബ്ലോക്ക് കമ്മിറ്റി ജൂലൈ 1 കരിദിനം ആചരിച്ചു. ദിനാചരണത്തിന്റെ ഭാഗമായി പയ്യന്നൂർ സബ് ട്രഷറിക്ക് മുന്നിൽ പ്രതിഷേധം സംഘടിപ്പിച്ചു. കേന്ദ്ര സർക്കാരിന്റെ തൊഴിലാളി കർഷക ജനവിരുദ്ധ നയങ്ങൾക്കെതിരെ ജൂലൈ 9 നടക്കുന്ന ദേശീയ പണിമുടക്കിന്റെ പയ്യന്നൂർ ഏരിയാതല പ്രചരണ ജാഥയ്ക്ക് ഓണക്കുന്നിൽ തുടക്കമായി. CITU ജില്ലാ പ്രസിഡന്റ് C കൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. പ്രകൃതിയിൽ ഏറ്റവും ഭംഗിയുള്ളവയിലൊന്നാണ് തൂവെള്ള നിറത്തിൽ നിറഞ്ഞൊഴുകുന്ന ജലധാരകൾ. ഇത്തരത്തിൽ സഞ്ചാരികളുടെ മനം കവരുകയാണ് കുളിർമയൊരുക്കുന്ന രാമന്തളി മൗവനക്കുണ്ട് വെള്ളച്ചാട്ടം.
ന്യൂസ് അവർ പൂർണ്ണമാകുന്നു. നമസ്കാരം.